സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദി അറ്റ്മോസ്ഫിയർ എന്നുള്ളതായിരുന്നു. സോ അതിന്റെ ആൻസർ ഏതായിരുന്നു? നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻസർ ഇവിടെ കാണാം. എന്നാലും Earth atmosphere has a tendency of decreasing temperature with increasing height for the first 80 kilometers. The atmosphere has both vertical and horizontal variation in its composition. Atmosphere undergo variation in its composition since the evolution of Earth. Atmosphere becomes rarer with increasing height. ഈ 4 സ്റ്റേറ്റ്മെന്റുകളാണ്. നമുക്കറിയാലോ ഹൈറ്റ് കൂടി പോകുന്നതോറും അറ്റ്മോസ്ഫിയറിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അവിടെ കാണുന്ന ഈ കമ്പോണൻസ് എലമെന്റിന്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നതോറും അതിന്റെ ഡെൻസിറ്റി കുറയുന്നു, പ്രഷർ കുറയുന്നു, ടെമ്പറേച്ചർ കുറയുന്നു എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. സോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ റെയർ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്ന എക്സോസ്ഫിയറിനെയാണ് ഏറ്റവും പുറത്ത് വരുന്നത്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ ഈ പറയുന്ന നമ്മൾ പറയാം ഏറ്റവും ആദ്യം ഫസ്റ്റ് ടൈമിൽ ഈ എർത്ത് ഉണ്ടായ സമയത്ത് അതിന് ചുറ്റും ഉണ്ടായിരുന്ന പ്രിമോഡിയൽ അറ്റ്മോസ്ഫിയർ എന്നാണ് പറയുന്നത്. അത് വളരെ ഹൈഡ്രജനും ഹീലിയം ഒക്കെ ഉണ്ടായിരുന്നത്. അതെന്ത് ചെയ്തു? ഈ സോളാർ വിൻഡ് ഒക്കെ വന്ന് പുഷ് ചെയ്ത് പുറത്തേക്ക് കളയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് എർത്തിന്റെ ഇന്റീരിയറിൽ നിന്നുണ്ടായ ഗ്യാസിന് പുറത്തേക്ക് വന്ന ഗ്യാസ് ഉണ്ട്. അത് നമ്മൾ ഡീഗ്യാസിംഗ് എന്ന് പറയും. ആ ഡീഗ്യാസിംഗ് പിന്നീട് ഫോട്ടോസിന്തസിസും പോലുള്ള പ്രോസസ്സിലൂടെയാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്കുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ആ അറ്റ്മോസ്ഫിയറിൽ ഇപ്പൊ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ എന്താണ് പ്രപ്പോസിഷനിൽ അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷനിൽ എന്തുണ്ടാവുന്നുണ്ട്? ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ്. ദെൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ വേരിയേഷൻ ഉണ്ട് കോമ്പോസിഷനിൽ. നമ്മൾ നോക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്പ് മുകളിലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പോസിഷൻ മാറി വരുന്നുണ്ട്. അതിന്റെ ഡെൻസിറ്റി കുറയുന്നു, അതനുസരിച്ച് വേരിയേഷൻ വരുന്നു. ഇനി ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലവും അവിടെ നിന്ന് കുറച്ച് അപ്പുറം മാറി നിൽക്കുന്ന സ്ഥലവും നോക്കുവാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഈവൻ ഹ്യൂമിഡിറ്റിയിലുള്ള വേരിയേഷൻസ് കാണാൻ പറ്റും. വാട്ടർ വേപ്പറിന്റെ പ്രശ്നം, അങ്ങനെയുള്ള പല പല കമ്പോണന്റ്, ഇപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കളുടെ കമ്പോണന്റ്, അങ്ങനെയുള്ള പലതിലും എന്ത് ചെയ്യാം? വേരിയേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെ എന്താണ്? അറ്റ്മോസ്ഫിയർ ഹാസ് എ ടെൻഡൻസി ഓഫ് ഡിക്രീസിംഗ് ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസിംഗ് ഹൈറ്റ് ഫോർ ഫസ്റ്റ് 80 കിലോമീറ്റർ. അത് തെറ്റാണ് അല്ലെ. ആദ്യത്തെ ഒരു 10-18 കിലോമീറ്റർ വരെ വരുന്ന ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറയുന്നു. ആൻഡ് അഗൈൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസിംഗ് ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ. അതിനുശേഷം പിന്നെ മീസോസ്ഫിയറിൽ വീണ്ടും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അതിന് പുറത്തേക്ക് ടെമ്പറേച്ചർ കൂടുന്ന രീതിയിലാണ് ടെമ്പറേച്ചറിന്റെ ഒരു അറേഞ്ച്മെന്റ് നിൽക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ്. ദെൻ രണ്ടാമത്, അറോറ ഈസ് ഒക്കേറിംഗ് ഇൻ ദി മീസോസ്ഫിയർ. സെലസ്റ്റിയൽ ബോഡീസ് എൻറ്ററിംഗ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ബോൺ ഇൻ ദ മെസോസ്ഫിയർ. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്, അല്ലെ ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രശ്നം എന്താണ്? അറോറ ഉണ്ടാകുന്നത് മീസോസ്ഫിയറിലാണെന്നാണ്. പക്ഷെ അറോറ ഉണ്ടാകുന്നത് മീസോസ്ഫിയറിലല്ല, അത് അയണോസ്ഫിയറിലാണ് അറോറകൾ ക്രിയേറ്റ് ചെയ്തത്. സണ്ണിൽ നിന്ന് വരുന്ന സോളാർ വിൻഡ് അങ്ങനെയുള്ള ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എർത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് 2 പോളുകളിലേക്കായിട്ട് റീഡയറക്ട് ചെയ്യും. ആ പോളുകളിൽ വന്ന് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ കാണുന്ന എലമെന്റ്സിൽ ഈ പറയുന്ന ചാർജ് പാർട്ടിക്കിൾ ഒന്ന് ഹിറ്റ് ചെയ്യും. അത് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ചാർജ് പാർട്ടിക്കിൾസ് എക്സൈറ്റഡ് ചെയ്യും. ഈ ചാർജ് പാർട്ടിക്കിൾസ് ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലെ എലമെന്റ്സ് ഒന്ന് എക്സൈറ്റ് ചെയ്ത് തൊട്ടടുത്ത ലെവലിലോട്ട് അതൊന്ന് പോകും. അപ്പൊ എന്ത് ചെയ്യും? ഒരു ടെമ്പററി ഫിനോമിനായിട്ടാണ് തൊട്ട് മുകളിലെ ലെവലിലേക്ക് അത് പോയിരിക്കുന്നത്. ആ കിട്ടിയ എനർജിനെ അതിന് റിലീസ് ചെയ്യണം. കാരണം നമ്മൾ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഫോം ടു അനദർ എന്നല്ലേ പറയുന്നത്. അപ്പൊ കിട്ടിയ എനർജിനെ തിരിച്ചു കൊടുത്ത് അതിനെ പഴയ സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തണം. അപ്പൊ എന്ത് ചെയ്യും? ആ കിട്ടിയ എനർജിനെ തിരിച്ച് പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്ന മെത്തേഡാണ് അതൊരു കളേർഡ് ലൂമിനസന്റ് ഫിനോമിനൽ ആയിട്ട് കാണാൻ കഴിയും. അതിനാണ് അറോറ എന്ന് പറയുന്നത്. ഈ അറോറ ഒക്കെ എവിടെയാണ്? അയണോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ISS നമ്മൾ പറയുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിൽക്കുന്നത്, അതുപോലെ നമ്മുടെ ഈ റേഡിയോ ഫ്രീക്വൻസീസ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്, ഇതെല്ലാം എവിടെ നിന്നാണ്? അയണോസ്ഫിയർ ആണ്, മീസോസ്ഫിയർ. പക്ഷെ മീസോസ്ഫിയറിലാണ് എർത്തിലേക്ക് കടക്കുന്ന നമ്മുടെ മീറ്റോറൈറ്റ്സ് പോലുള്ള സാധനങ്ങൾ ബേൺ ചെയ്യുന്നത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എർത്തിന് അറ്റ്മോസ്ഫിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000 കിലോമീറ്ററോളം ഹൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ അത് ഫസ്റ്റ് 80 കിലോമീറ്റർ നമ്മൾ പറയുന്നത് ഹോമോജീനസ് ലെയേഴ്സ് എന്നാണ് പറയുന്നത്. അതിന് മുകളിലേക്ക് ഹെട്രോജീനസ് ലെയർ ആണ്. എന്താണ് ഹോമോജീനസ് എന്ന് പറയുന്നത്? ആ ഭാഗത്ത് നിയർലി സിമിലർ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിയർലി സിമിലർ കോമ്പോസിഷൻ മീൻസ് എന്ന് വെച്ചാൽ എന്താ നോക്കിയാല് ഈ അവിടുത്തെ കോമ്പോസിഷൻ കുറെ കൂടെ സിമിലർ ആയിരിക്കും. അതായത് അവിടെ കാണുന്ന ഹൈഡ്രജന്റെയും നൈട്രജന്റെയും ഒക്കെ അളവ്. പിന്നീട് അതിന് പുറത്തോട്ട് പോകുമ്പോൾ എലമെന്റ്സിന് പകരം അയോൺസ് പോലുള്ള കാര്യങ്ങളിലോട്ട് ഒരു ചേഞ്ച് വരുന്നുണ്ട്. എലമെന്റ്സ് അല്ല. ഈ ഭാഗത്ത് ആ അറ്റ്മോസ്ഫിയറിന്റെ തിക്നെസ്സും ഡെൻസിറ്റി എല്ലാം കൂടുതലുണ്ട്. അവിടെ എന്ത് ചെയ്യും? ഇത് സ്പേസിൽ നിന്നുള്ള ഈ മെറ്റീരിയൽ കടക്കുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും. അവിടെ അത് വെച്ച് കത്തുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അതാണ് മീസോസ്ഫിയറിന്റെ കേസ് എന്ന് പറയുന്നത്. സോ അപ്പോ അതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ആൻസർ ബി ആണ്. ദെൻ അടുത്ത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻസുലേഷൻ റിസീവ്ഡ് ഇസ് മാക്സിമം അറ്റ് ദി ഇക്വേറ്റർ. ക്ലൗഡ് റെഡ്യൂസ് ദ ഹീറ്റ് എനർജി റിസീവ്ഡ് ബൈ ദി എർത്ത്. യൂഷ്വലി ഗ്രീൻ കളർ എന്ന് പറയാൻ പറ്റില്ല. യൂഷ്വലി ഗ്രീൻ ആണെങ്കിലും ഗ്രീൻ മാത്രമല്ല, ഒരു വയലറ്റ്, ഇങ്ങനെയുള്ള പല കളറുകൾ എന്ത് ചെയ്യാറുണ്ട് അതിനകത്ത്. അത് ഈ ഇതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ലെവലൊക്കെ അനുസരിച്ച് അത് ചേഞ്ചസ് വരും. ഗ്രീൻ അല്ലാത്ത കളറുകളും ഉണ്ട്.
Then southern hemisphere receives more insolation than northern hemisphere during summer in respective hemispheres. ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? സി ആണല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. The first statement is wrong. അത് നമുക്ക് തീർച്ചയായിട്ടും. കാരണം എന്താണ്? The maximum insolation is received at the tropical region, not at the equator. എന്തുകൊണ്ടാണ്? Because the tropical region is overcast sky ആണ്, അല്ലെങ്കിൽ വളരെ ക്ലൗഡി ആയിട്ട് നിൽക്കുന്നതാണ്. ഇങ്ങനെ മേഘങ്ങളാൽ ക്ലൗഡി ആയിട്ട് നിൽക്കുമ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന ഇൻസുലേഷൻ ആ ക്ലൗഡിലൊക്കെ തട്ടി റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന ഇൻസുലേഷന്റെ അളവ് കുറവാണ്. പക്ഷെ ട്രോപ്പിക്കൽ റീജിയനിലോട്ട് വരുമ്പോൾ എന്താണ്? നിയർലി വെർട്ടിക്കൽ ആയിട്ട് സൺലൈറ്റ് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല അവിടെ ക്ലൗഡ് കവർ ഇല്ല. സോ അവിടെ അപ്പൊ മാക്സിമം ഇൻസുലേഷൻ വരുന്ന ട്രോപ്പിക്കൽ റീജിയനിലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ് ആണ്. അതിന് കൃത്യമായിട്ട് പറഞ്ഞ സബ് ട്രോപ്പിക്കൽ ഡെസേർട്ടുകളിലാണ് ഏറ്റവും ഉയർന്ന ഇൻസുലേഷൻ കിട്ടുന്നത്. ഇനി ക്ലൗഡ് റെഡ്യൂസ് ദ ഹീറ്റ് എനർജി റിസീവ്ഡ് ബൈ ദ എർത്ത്. അതാണ് നമ്മൾ അതുകൊണ്ടല്ലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേറ്ററിന്റെ അവിടെ ഇൻസുലേഷൻ കുറയാനുള്ള കാരണം പറയുന്നത്. കാരണം ക്ലൗഡിൽ വന്ന് തട്ടി തിരിച്ചു പോകുന്നു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലൗഡി ദിവസം, ക്ലൗഡി ആയിട്ടുള്ള ദിവസമാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ഒക്കെ ക്ലൗഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും, ഒന്ന് ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണെന്ന് പറയും. പക്ഷെ രാവിലെ തൊട്ട് ഒരു ദിവസം നിങ്ങൾ നോക്കുക, നേരെ വിളിക്കുമ്പോൾ തൊട്ട് ക്ലൗഡി ആയിട്ട് എന്തായിരിക്കും? അന്ന് തണുപ്പായിരിക്കും കമ്പാരിറ്റീവ്ലി. കാരണം സണ്ണിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇൻസുലേഷൻ അളവ് നമുക്ക് കുറയുകയാണെന്നുണ്ടാവും. ദെൻ എന്താണ് ഇൻക്ലിനേഷൻ ഒരു റീസൺ അല്ലേ എന്ന് ചോദിച്ചത്? അല്ലല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സണ്ണ് ഇങ്ങനെ നിന്നിട്ട് ഇവിടെയാണ് നമ്മൾ 0 ഡിഗ്രി എന്ന് വിചാരിക്കുക. ഇത് 90 ഡിഗ്രി സൗത്ത് ആണ്, ഇവിടെ 90 ഡിഗ്രി നോർത്ത് ആണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്ട്രെയിറ്റ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും ഇൻക്ലൈൻഡ് ആയി വന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഇൻ ബിറ്റ്വീൻ ദി ട്രോപ്പിക്കൽ റീജിയൻ, ഈ ട്രോപ്പിക്കൽ റീജിയനിൽ നമ്മൾ ഹോട്ട് റീജിയൻ ആണ് എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ട്രോപ്പിക്കൽ റീജിയനിൽ ത്രൂ ഔട്ട് ദി ഇയർ നിയർലി വെർട്ടിക്കൽ ആയിട്ടുള്ള സൺലൈറ്റ് ആണ് കിട്ടുന്നത്. നിയർലി വെർട്ടിക്കൽ ആയിട്ടുള്ള സൺലൈറ്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് പക്ഷെ അകന്നു പോകുന്നതാണ് കൂടുതൽ ഇൻക്ലിൻ ഉണ്ടാവും. ആ ഇൻക്ലിനേഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇൻക്ലിനേഷൻ കൂടുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാർ സൺറൈസിന് അറ്റ്മോസ്ഫിയറിലൂടെ കൂടുതൽ ദൂരം ട്രാവൽ ഉണ്ട്. അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവിടെ റിഫ്രാക്ഷൻ കൂടും, റിഫ്ലക്ഷൻ കൂടും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നഷ്ടപ്പെടും. രണ്ടാമത് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ നേരെ വെർട്ടിക്കൽ ആയിട്ട് വന്ന് പതിക്കുന്ന ആ ഒരു ഇൻസുലേഷൻ ചെറിയൊരു റീജിയനെ മാത്രമാണ് ചൂടാക്കുന്നത്. അപ്പൊ ആ ഹീറ്റ് എനർജി വളരെ ചെറിയ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അതുപോലെ റിഫ്ലക്ഷൻ കുറവായിരിക്കും. പക്ഷെ ചെരിഞ്ഞു വരുന്നത് വലിയ ലാർജ് ഏരിയയിലാണ് കോൺസെൻട്രേറ്റ്. അപ്പൊ പെർ ഏരിയ കൊടുക്കുന്ന ഹീറ്റ് എനർജി കുറവായിരിക്കും. അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ആൽബിഡോയും അവിടെ കൂടുതലായിരിക്കും. അപ്പോ ഈ ട്രോപ്പിക്കൽ റീജിയനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ആൽബിഡോ അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ നിയർലി വെർട്ടിക്കൽ ആണ്. എന്തുകൊണ്ടാണ് ഇക്വേറ്ററിനേക്കാൾ കൂടുതലായിട്ടുള്ള ഇൻസുലേഷൻ ട്രോപ്പിക്കൽ റീജിയനിൽ പറയാനുള്ള കാരണം ഇൻക്ലിനേഷൻ അല്ല. അതിന്റെ കാരണം അവിടെ വരുന്ന ക്ലൗഡ് കവർ ആണ്. കാരണം നോക്കുകയാണെങ്കിൽ ഈ ട്രോപ്പിക്കൽ റീജിയനിൽ ഒരു അല്പം ഇൻക്ലൈൻഡ് ആയിട്ട് വേണം വരുന്നത്. പക്ഷേ ഇക്വേറ്ററിൽ നോക്കുകയാണെങ്കിൽ ക്ലിയർലി സ്ട്രേറ്റ്ലി വെർട്ടിക്കൽ ആയിട്ട് വരാം. പക്ഷെ എന്നാൽ പോലും അവിടെ കുറയാൻ കാരണം അവിടെ ഒരു ക്ലൗഡ് കവർ വരുന്നത് കൊണ്ടാണ്. ഓക്കെ. ഇനി സദേൺ ഹെമിസ്ഫിയർ റിസീവ്സ് മോർ ഇൻസുലേഷൻ ദാൻ നോർത്തേൺ ഹെമിസ്ഫിയർ ഡ്യൂറിങ് സമ്മർ ഇൻ റെസ്പെക്റ്റീവ് ഹെമിസ്ഫിയർ. അത് എന്തുകൊണ്ടാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന 2 ഡേറ്റുകളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ അബ്ഹീലിയോൺ ആൻഡ് പെരിഹീലിയോൺ എന്ന് പറയുന്ന 2 ഡേറ്റുകൾ. അബ്ഹീലിയോൺ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സൺ ആൻഡ് എർത്ത് ഇസ് മാക്സിമം. അത് മാക്സിമം ആവുന്നതാണ്. ആ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 4 ആണ്. ദെൻ പെരിഹീലിയോൺ എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എർത്ത് ആൻഡ് സൺ ഇസ് മിനിമം. ദാറ്റ് ഇസ് ഓൺ ജാനുവരി 3 ആണ്. ജാനുവരി 3 ആണ് പെരിഹീലിയോൺ നടക്കുന്നത്. അപ്പൊ നോക്കുക, ജാനുവരി 3 എന്ന് പറയുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? സണ്ണിൽ നിന്ന് കൂടുതൽ ഇൻസുലേഷൻ എന്ത് ചെയ്യും? അവിടെ റിസീവ് ചെയ്യും. അതുകൊണ്ട് സദേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ ഇൻസുലേഷൻ കിട്ടുന്നുണ്ട് നോർത്തേൺ. കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ വരുന്ന സമയത്ത് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആണ്. ബിക്കോസ് എർത്ത് ഇസ് ഇൻ പെരിഹീലിയോൺ സിറ്റുവേഷൻ ആണ് അവിടെ വരുന്നത്. പക്ഷെ അങ്ങനെ ഇരുന്നാൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ എൻറ്റയർ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ടെമ്പറേച്ചർ കൂടുതൽ സദേൺ ഹെമിസ്ഫിയറിനൊക്കെ. അത് എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ സദേൺ ഹെമിസ്ഫിയറിൽ മജോറിറ്റിയും ലാൻഡ് മാസിനേക്കാൾ കൂടുതൽ എന്താണ്? വാട്ടർ ബോഡിയാണ്. വാട്ടർ ബോഡിയുടെ സ്പെസിഫിക് ഹീറ്റ് എന്താണ്? വളരെ കൂടുതലാണ്. അവിടുത്തെ ടെമ്പറേച്ചർ, ആ വരുന്ന ഹീറ്റ് എനർജി അത്ര അബ്സോർബ് ചെയ്താൽ പോലും അതിന് ആനുപാതികമായ ഒരു ടെമ്പറേച്ചർ റൈസ് ലാൻഡിൽ ഉണ്ടാവുന്ന പോലെ വാട്ടറിൽ ഉണ്ടാവില്ല. കാരണം എന്താ? വാട്ടർ ടെമ്പറേച്ചർ ചൂടാവില്ല. രണ്ടാമത് വാട്ടറിന് എന്താണ്? ഒരു 200 മീറ്റർ വരെയൊക്കെ സൺലൈറ്റ് പെനട്രേറ്റ് ചെയ്യും. അപ്പൊ ആ വരുന്ന ഹീറ്റ് എനർജി കൂടുതൽ ഡെപ്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. വാട്ടറിന് മൂവ്മെന്റ് ഉണ്ട്. ആ ഹീറ്റ് എനർജി മറ്റു ഭാഗത്തേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് സദേൺ ഹെമിസ്ഫിയറിൽ ഇൻസുലേഷൻ കൂടുതലാണെങ്കിലും ടെമ്പറേച്ചർ കൂടാതെ നിൽക്കുന്നത്. അതായത് സമ്മർ ടെമ്പറേച്ചർ നോർത്തിലാണ് കൂടുതൽ സമ്മർ സൗത്തിനേക്കാൾ. അതിന്റെ കാരണം അതുകൊണ്ടാണ്. സോ സി ആയിരുന്നു അതിന്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ ഓക്കെ, which of the following is a major reason for tropical desert experiencing maximum temperature? എന്തുകൊണ്ടാണ് മാക്സിമം ടെമ്പറേച്ചർ ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളത്. സോ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാം, എയർ സബ്സിഡൻസ് എന്ന് പറയുന്നത്. കാരണം മാക്സിമം ടെമ്പറേച്ചർ അവിടെ വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അവിടെ നിയർലി വെർട്ടിക്കൽ ആയിട്ടുള്ള സൺലൈറ്റ് കൃത്യമായിട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്.
അപ്പൊ അവിടെ ട്രോപ്പിക്കൽ റീജിയൻ ആയതുകൊണ്ട് നിയർലി വെർട്ടിക്കൽ ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നു. അവിടെ ക്ലൗഡ് കവർ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് വരുന്നത്, അവിടെ നിയർലി വെർട്ടിക്കൽ ആയിട്ടുള്ള സൺലൈറ്റ് വരുന്നത്. ഇക്വറ്റോറിയൽ റീജിയനിൽ എന്തുണ്ട്, ക്ലൗഡ് കവർ ഉണ്ട്, അവിടെ സൺലൈറ്റ് കുറെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇനി അവിടെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ക്ലൗഡ് ഉണ്ടാകാതിരിക്കുന്നത്? കാരണം ഈ പറയുന്ന ഡെസേർട്ടുകൾ നിൽക്കുന്ന റീജിയൻ എന്ന് പറയുന്ന ഒന്ന് എയർ സബ്സിഡൻസ് നടക്കുന്ന ഹൈ പ്രഷർ റീജിയൻ ആണ്. എയർ സബ്സിഡൻസ് നടക്കുന്ന സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനുകളിലാണ്. ഹൈ പ്രഷർ റീജിയനിൽ മുകളിൽ നിന്ന് എയർ താഴോട്ട് മുകളിലോട്ട് ഉയരുമ്പോ ആ എയർ തണുക്കുമ്പോ എന്ത് ചെയ്യും, അത് തണുക്കുന്ന അത് അവിടെ താഴേന്ന് മുകളിലോട്ട് പോകുമ്പോൾ എയർ തണുക്കും, മുകളിൽ നിന്ന് താഴോട്ട്. അതുകൊണ്ടാണ് എയർ സബ്സിഡൻസ് ആണ് അതിന്റെ ആൻസർ എന്നുള്ളത്. ഓൺലി ഫാക്ടർ ഇൻഫ്ലുവൻസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പ്രഷർ ബെൽറ്റ് ഡ്യൂറിംഗ്. ഏതാണ് അതിന്റെ ആൻസർ? ഫിഫ്ത് ക്വസ്റ്റ്യന്റെ എ ആണല്ലേ? എ ആണല്ലേ? ഓക്കെ, മ്യൂട്ട് ആയത് ഞാൻ കണ്ടില്ല, ഇടയ്ക്ക് നെറ്റ് ഒന്ന് പോയായിരുന്നു. അപ്പൊ അതൊന്ന് ഇത് ചെയ്ത് വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എർത്ത് മൈഗ്രേഷൻ ഓഫ് പ്രഷർ ബെൽറ്റുകൾ എന്ന് പറയുന്നത്, നമുക്ക് എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ, ആ റിവോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ എർത്ത് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നു. എർത്ത് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സണ്ണിന് ചുറ്റും എർത്ത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നുന്നത്, സണ്ണ് നോർത്തിലേക്കും സൗത്തിലേക്കും മൂവ് ചെയ്യുന്നത്. പക്ഷെ എക്സാക്ട്ലി സണ്ണ് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. പകരം എർത്തിന്റെ ഈ റെവല്യൂഷൻ ആണ് നമുക്ക് വന്നത്. ആ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സണ്ണ് കാരണമാണ് അവിടെ എന്തുണ്ടാകുന്നത്, പ്രഷർ ബെൽറ്റുകൾ നോർത്തിലേക്കും സൗത്തിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ അപ്പൊ എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാവുന്ന കോറിയോളിസ് ഫോഴ്സ് ഒക്കെ ഈ പ്രഷർ ബെൽറ്റുകൾ ഉണ്ടാവുന്നതിന് വലിയൊരു റോൾ ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വറ്റോറിയൽ പ്രഷർ ബെൽറ്റ്, അതുപോലെ പോളാർ പ്രഷർ ബെൽറ്റുകൾ, ഈ രണ്ട് പ്രഷർ ബെൽറ്റ്, ഈ മൂന്ന് പ്രഷർ ബെൽറ്റും, രണ്ട് പോളാർ പ്രഷർ ബെൽറ്റും ഇക്വറ്റോറിയൽ പ്രഷർ ബെൽറ്റും, ഇത് മൂന്നും ഉണ്ടാവുന്നതിന്റെ കാര്യം സൺലൈറ്റ് ആണ്, ടെമ്പറേച്ചർ ആണ്. പക്ഷെ ബാക്കിയുള്ള 4 പ്രഷർ ബെൽറ്റുകൾ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറും സബ് പോളാർ ലോ പ്രഷറും എന്ന് പറയുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് പ്രഷർ ബെൽറ്റ് എന്നാണ് പറയുന്നത്. കാരണം എയർ താഴേക്ക് സബ്സൈഡ് ചെയ്യുന്നതും എയർ മുകളിലേക്ക് ഉയരുന്നതും കാരണമായിട്ടുണ്ടാകുന്ന പ്രഷർ ബെൽറ്റുകളാണ്. സോ അപ്പൊ അത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് പ്രഷർ ബെൽറ്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളതാണ്. സോ അപ്പൊ അതിന്റെ ആൻസർ എ ആണ്. Then jet stream are high velocity winds found in the upper troposphere. Upper troposphere കാരണം high velocity wind ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ consider following statement: contrasting temperature at the surface, rotation of earth, decreasing the pressure with increasing height. Which of the above factors influence the formation of polar front jet stream എന്നാണ് ചോദിച്ചത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലാത്തൊരു കാര്യമായിരിക്കാം. സോ അത് ഡി ആണ്. 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കാരണം എങ്ങനെയാണ് ഈ പറയുന്ന പോളാർ ഫ്രണ്ട് ജെറ്റ് സ്ട്രീം ഉണ്ടാവുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് പറഞ്ഞത് സപ്പോളാർ ലോ പ്രഷർ റീജിയൻ എന്ന് പറയുന്നത്. സപ്പോളാർ ലോ പ്രഷർ, അപ്പൊ ഇവിടെ പോളാർ റീജിയൻ ആണ്, ഇത് പോളാർ റീജിയൻ ആണ്, 90 ഡിഗ്രി നോർത്ത് എന്ന് വിചാരിക്കുക. ഇതെന്താണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ആണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാം ആയിട്ടുള്ള വിൻഡും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കോൾഡ് ആയിട്ടുള്ള വിൻഡും, ഈ രണ്ട് വിൻഡുകൾ ഇവിടെ വന്ന് ഇങ്ങനെ മീറ്റ് ചെയ്യും, എന്നിട്ട് മുകളിലോട്ട് ഉയരുവാണ്. സോ ഇവിടെ എന്തുണ്ട്, ഇങ്ങനെ മുകളിലോട്ട് ഉയരുന്ന ഒരു എയർ കോളം ഉണ്ട്, ഇവിടെയും മുകളിലോട്ട് ഉയരുന്ന ഒരു എയർ കോളം ഉണ്ട്. അപ്പൊ ഇങ്ങനെ മുകളിലോട്ട് എയർ കോളം ഉയരുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകത എന്താന്ന് നോക്കുകയാണെങ്കിൽ,
നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രോപ്പോപോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരേ പ്രഷറും ഒരേ ടെമ്പറേച്ചറും ആയിരിക്കും. ആ മുകളിൽ ട്രോപ്പോപോസിറ്റ് എന്ന് കഴിയുമ്പോൾ, കാരണം എന്താണ്, അവിടെ വെച്ചിട്ട് അത് സ്ട്രാറ്റോസ്ഫിയറിലോട്ട് പിന്നെ ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ്. സോ അപ്പൊ ഈ ട്രോപ്പോസ്ഫോസ് എന്ന് പറയുന്നത്, ട്രോപ്പോപോസിന്റെ ഹൈറ്റ് എവിടെയായിരിക്കും കൂടുതൽ? ഞാനിത് 1 എന്ന് മാർക്ക് ചെയ്ത് പോളാർ റീജിയൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ, 2 ഞാൻ മാർക്ക് ചെയ്യുന്നത് ഈ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് വരുന്ന വിൻഡാണ്. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തായിരിക്കും ട്രോപ്പോപോസിന് ഹൈറ്റ് കൂടുതൽ? ട്രോപ്പോപോസിന് ഹൈറ്റ് കൂടുതൽ എവിടെ ആയിരിക്കും? 2-ലായിരിക്കും ട്രോപ്പോപോസിന് ഹൈറ്റ് കൂടുതൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ട്രോപ്പോപോസിന് ഹൈറ്റ് കൂടുതലാണ്. ഇവിടെ നമ്മൾ പറയാണ് ഒരു 10 കിലോമീറ്റർ ആണ് ട്രോപ്പോപോസിന്റെ ഹൈറ്റ് അസ്യൂം ചെയ്താൽ പോളാർ റീജിയനിൽ ഒരു 8 കിലോമീറ്റർ ആയിരിക്കും. സോ അപ്പൊ എന്ത് ചെയ്യാണ്, ഇങ്ങനെയാണ് ട്രോപ്പോപോസ് നിൽക്കുന്നത്, ഇങ്ങനെ സ്ലാൻഡിങ് ആണ് ട്രോപ്പോപോസ് നിൽക്കുന്നത്. സോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് 8 കിലോമീറ്റർ മുകളിലോട്ട് ഉയരുമ്പോഴാണ് ആ എയറിന്റെ പ്രഷർ കുറയേണ്ടത്. ആ മുകളിലെത്തി ഈക്വൽ പ്രഷർ ഉണ്ട്. ഇവിടെയാണ് 10 കിലോമീറ്റർ ഉയരുമ്പോൾ മാത്രം അതിന്റെ എന്ത് ചെയ്താൽ മതി, പ്രഷർ കുറഞ്ഞത്. സർഫസിൽ 20 ബാർ ആണെങ്കിൽ ഏറ്റവും മുകളിൽ ഒരു 10 ബാർ ആയിട്ട് കുറയണമെങ്കിൽ ഇവിടെ 10 കിലോമീറ്റർ ഉയരുമ്പോൾ അതിന് 10 ബാർ ആയിട്ട് കുറയും. ഇവിടെ എന്താണ് ഈ 10 ബാർ ആയിട്ട് കുറയേണ്ടതെന്ന് പറയുന്നത് 12 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ ഉയർന്നിട്ടാണ്. സോറി, പോളാർ റീജിയനിൽ 8 കിലോമീറ്റർ ഉയരുമ്പോൾ 10 ബാർ കുറയണമെങ്കിൽ ഇവിടെ എത്രയാണ്, 10 കിലോമീറ്റർ ഉയർന്നിട്ട് 10 ബാർ കുറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഡെൻസിറ്റി കൂടിയ എയർ ആണ്, തണുത്ത എയർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടുതലല്ലേ, അതുകൊണ്ട് അത് മുകളിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് പ്രഷർ ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഈ നമ്മൾ മുകളിലോട്ട് പോകും തോറും, അറ്റ്മോസ്ഫിയറിൽ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷർ വരുന്നത് ഈ വാം എയറിന്റെ മുകൾ ഭാഗത്തായിരിക്കും ഹൈ പ്രഷർ വരുന്നത്. ഇവിടെ എന്ത് വരും, ഒരു ലോ പ്രഷർ വരും മുകളിലോട്ട് ഉയർന്നു പോകുമ്പോൾ. കാരണം ഇവിടെ നിന്ന് മുകളിലോട്ട് എന്താണ്, വളരെ പെട്ടെന്ന് പ്രഷർ കുറയുന്നത്, കാരണം വെയിറ്റ് കൂടിയതാണ്, വെയിറ്റ് കൂടി എയർ താഴോട്ട് നിൽക്കുന്നത്, വളരെ പെട്ടെന്ന് പ്രഷർ കുറയുന്നത്. അത് 8 കിലോമീറ്ററിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, 10 ബാറിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ ലൈറ്റ് ആയിട്ടുള്ള എയർ ആണ്, വളരെ സാവധാനമാണ് പ്രഷർ കുറയുന്നത്. അത് 10 കിലോമീറ്റർ മുകളിൽ ചെല്ലുമ്പോൾ ഈ 10 ബാറിലേക്ക് എത്തിയാലും മതി. അപ്പൊ എന്ത് പറ്റും, നമ്മൾ ഒരേ ഹൈറ്റിൽ നോക്കുമ്പോൾ, ഒരേ ഹൈറ്റിൽ ഒരു 5 കിലോമീറ്റർ മുകളിൽ നോക്കുവാണെങ്കിൽ, 5-8 കിലോമീറ്റർ ഒക്കെ മുകളിൽ നോക്കിയാൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ പറയുന്ന തണുത്ത എയർ, ഈ പോളാർ റീജിയൻ എന്ന് പറഞ്ഞ എയറിന്റെ അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രഷർ ആയിരിക്കും എവിടെ ഉള്ളതിന്, ഈ നമ്മുടെ ഈ പറയുന്ന വാമായിട്ടുള്ള എയറിന്റെ മുകളിൽ നിൽക്കുന്ന ഭാഗത്ത്. അപ്പൊ അങ്ങനെ മുകളിൽ നിൽക്കുന്ന ഭാഗം നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, 2 പ്രഷർ ഡിഫറൻസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് 2 ഐസോബാറുകളായില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് മൂവ് ചെയ്യും. അപ്പൊ കോറിയോളിക് ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് തന്നെ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. നോർത്ത് ഹെമിസ്ഫിയർ ആകുമ്പോൾ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും, ഇങ്ങനെ പോകും. സോ എന്ത് ചെയ്യും, വെസ്റ്റേർലി. അങ്ങനെയാണ് ഈ പോളാർ ഫ്രണ്ട് ജെറ്റ് സ്ട്രീമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എർത്തിന്റെ സർഫസിൽ ഉണ്ടാകുന്ന കോൺട്രാസ്റ്റിംഗ് ടെമ്പറേച്ചർ കാരണം മുകളിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷനിലാണ് എന്തുണ്ടാവുന്നത്, പോളാർ ഫ്രണ്ട് ജെറ്റ് സ്ട്രീമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ആ പറഞ്ഞ കാര്യം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആന്റി സൈക്ലോണുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്നാണ് വെച്ചത്. യൂഷ്വലി ആന്റി സൈക്ലോൺസ് ആർ അസോസിയേറ്റഡ് വിത്ത് ക്ലൗഡി സ്കൈ. തെറ്റാണ്. സൈക്ലോൺ എന്ന് പറയുന്നത് എന്താണ്, നടുക്കൊരു ലോ പ്രഷർ, അതിന് ചുറ്റും എയർ അങ്ങോട്ട് വന്ന് കൺവേർട്ട് ചെയ്യുന്നതിനാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. ആന്റി സൈക്ലോൺ എന്ന് പറയുന്നത് നടുക്ക് ഹൈ പ്രഷർ, അവിടെ നിന്ന് പുറത്തേക്ക് എയർ പോകുന്ന സിറ്റുവേഷൻ. സോ അവിടെ നിന്ന് പുറത്തേക്കാണ് എയർ പോകുന്നതെങ്കിൽ എന്തായിരിക്കും, എയർ സബ്സൈഡ് ചെയ്യുന്ന കണ്ടീഷൻ ആയിരിക്കും. എയർ സബ്സൈഡ് ചെയ്യുന്ന എന്തായിരിക്കും, ക്ലൗഡി അല്ലാത്ത ക്ലിയർ സ്കൈ ആണ് വരിക. ഇനി അവിടെ നിന്ന് ഹൈ വെലോസിറ്റി വിൻഡ്, വളരെ സ്ലഗ്ഗിഷ് ആയാലോ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു വിൻഡ് മൂവ്മെന്റ് ആണ് ആന്റി സൈക്ലോണുമായിട്ട് റിലേറ്റ് ചെയ്ത് നൽകുന്നത്. ദെൻ ആന്റി സൈക്ലോൺ ഫോം ഓവർ ലാൻഡ് ഉള്ളി, ലാൻഡിലല്ല ലാൻഡിലും ഓഷന്റെ മുകളിലും ഒക്കെ എന്ത് ക്രിയേറ്റ് ചെയ്യും, ആന്റി സൈക്ലോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്, തെറ്റാണ്. അപ്പൊ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്ത ക്ലിയർ സ്കൈ, സമ്മർ നൈറ്റ്, കാം അറ്റ്മോസ്ഫിയർ, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എബവ് ഫ്രീസിംഗ് പോയിന്റ്. ഇതിൽ ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഡ്യൂ ഉണ്ടാവുക? ഏതാണ് എന്റെ ആൻസർ? ഓ സോറി, ആൻസർ ഇല്ല. സോറി, അതിനകത്ത് ആൻസർ ഇല്ല. ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ആൻസർ ഇല്ല. 1, 3 and 4 ആണ് വേണ്ടത്. 1, 2 and 4 ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, 1, 3 and 4 ആണ് വേണ്ടത്. അത് ഞാൻ കീഴിൽ തിരുത്തി തരാം. 1, 3 and 4 ആണ് വേണ്ടത്. യെസ്, ദാറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. ക്ലിയർ സ്കൈ ആയിരിക്കും. കാരണം ക്ലിയർ സ്കൈ ആകുമ്പോൾ സാധാരണ ഉണ്ടാകുന്നത് ഇത് വിന്ററിലാണ് ഈ ഡ്യൂവ്, അതുപോലെ തന്നെ മിസ്റ്റ്, ഫോഗ്, അതുപോലെ ഫ്രോസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് സംഭവിക്കുന്നത് എന്താ നോക്കുകയാണെങ്കിൽ, ഈ വിന്റർ ആകുമ്പോൾ ലാൻഡ് വളരെ പെട്ടെന്ന് തണുത്ത് കഴിയുമ്പോൾ, രാത്രി ആകുമ്പോൾ ലാൻഡ് വളരെ പെട്ടെന്ന്, കാരണം ഈ സണ്ണിൽ നിന്ന് കിട്ടിയ ഹീറ്റ് എനർജി വെച്ചിട്ട് എർത്ത് ചൂടാവുന്നുണ്ട്. ആ ചൂടാവുന്ന എർത്ത് തിരിച്ചുവിടുന്ന ലോങ് വേവ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അറ്റ്മോസ്ഫിയർ ക്ലിയർ ആവുമായിരിക്കും, വളരെ പെട്ടെന്ന് നഷ്ടപ്പെടും. അറ്റ്മോസ്ഫിയറിൽ മേഘങ്ങളൊക്കെ എന്ത് ചെയ്യും, അതവിടെ തടഞ്ഞു നിർത്തും. അതുകൊണ്ടാണ് നമുക്ക് രാത്രി ചൂട് കൂടുന്നത് മേഘങ്ങളുള്ള ദിവസം.
അപ്പൊ ഇത് വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുത്തി ലാൻഡ് വളരെ പെട്ടെന്ന് തണുക്കും. ഈ ലാൻഡ് തണുക്കുമ്പോൾ അതിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ അത്രയും പെട്ടെന്ന് തണുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും താഴത്തെ ലെയർ ഈ ലാൻഡുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തണുക്കും. അപ്പൊ അവിടെയുള്ള ഈ വാട്ടർ വേപ്പറും പെട്ടെന്ന് തണുത്ത് അത് ചെറിയ ചെറിയ വെള്ളത്തുള്ളികളായിട്ട് മരത്തിന്റെ ഇലയിലൊക്കെ പറ്റിപ്പിടിക്കുമ്പോഴാണ് എന്താവുന്നത്, ഡ്യൂ ഉണ്ടാവുന്നത്. അത് ഇനി അതിന് പകരം അറ്റ്മോസ്ഫിയർ ചെറിയ ചെറിയ വെള്ളത്തുള്ളികളായിട്ട് നിന്ന് അതെന്തായിട്ട് മാറും, ഫോഗോ മിസ്റ്റോ ഒക്കെ ആയിട്ട് മാറും. ഇനി അതിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ഒക്കെ, ഏത് ടെമ്പറേച്ചറിലാണോ കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചറാണ് സാച്ചുറേഷൻ നടക്കുന്നത്, കണ്ടൻസേഷൻ അല്ല സാച്ചുറേഷൻ നടക്കുന്നത്, അതായത് ഒരു അറ്റ്മോസ്ഫിയറിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വാട്ടറിന്റെ അളവുണ്ട്, ആ അളവ് ഫുൾഫില്ല് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണോ അതെയാണ് ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അത് ഫ്രീസിംഗ് പോയിന്റിന് താഴെ പോയി കഴിഞ്ഞാൽ 0 ഡിഗ്രിക്ക് താഴെ ടെമ്പറേച്ചർ വരുമ്പോഴാണ് അവിടെ സാച്ചുറേഷൻ സംഭവിക്കുന്നത്. വീണ്ടും ടെമ്പറേച്ചർ താഴ്ന്ന അവിടെ എന്തുണ്ടാവും, അവിടെ ഫ്രോസ്റ്റ് ഉണ്ടാവും, ഡ്യൂ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ മസ്റ്റ് ബി എബവ് ദ ഫ്രീസിംഗ് പോയിന്റ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ഡ്യൂ ഉണ്ടാവത്തുള്ളൂ. സോ അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് തെറ്റായിട്ടുണ്ടായിരുന്നത്. സോ അത് ഞാൻ ആൻസർ ചെയ്തിരുന്നത്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ലോക്കൽ വിൻഡ് ഏതാണെന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഹാർമാട്ടൻ എന്ന് പറയുന്ന ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോക്ടർ വിൻഡ് എന്നുകൂടി അറിയപ്പെടുന്ന ഒന്നാണ് ഇത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സഹാറയിൽ നിന്ന് നമ്മുടെ വെസ്റ്റേൺ ആഫ്രിക്കയുടെ ഭാഗത്തോട്ട്, ഘാനയുടെയും ഐവറി കോസ്റ്റിന്റെ ഒക്കെ ഭാഗത്തോട്ട് വീശുന്ന ഒരു കാറ്റാണ് ഹാർമാട്ടൻ എന്ന് പറയുന്നത്. അത് ആ ഭാഗത്തെ ടെമ്പറേച്ചർ ഉയർത്തുന്നതിനൊക്കെ കാരണമാകും. ഓൾറെഡി ചൂടുള്ള സ്ഥലമാണ്, അവിടെ വീണ്ടും ടെമ്പറേച്ചർ ഉയർത്തും. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഹ്യൂമിഡിറ്റി കുറയും. അതുകൊണ്ടാണ് അതിന് ഡോക്ടർ വിൻഡ് എന്നൊക്കെ എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിറോക്കോ എന്ന് പറയുന്നത്, സിറോക്കോ ഏഷ്യയിലല്ല, അത് ആഫ്രിക്കയിൽ സഹാറയിൽ നിന്ന് യൂറോപ്പിലേക്ക് വീശുന്ന ഒരു വിൻഡാണ് ഈ പറയുന്ന സിറോക്കോ എന്ന് പറയുന്നത്. അത് അവിടെ വന്ന് മഴയൊക്കെ പെയ്യും. കാരണം സഹാറയിൽ നിന്ന് യൂറോപ്പിലേക്ക് വരുമ്പോൾ മെഡിറ്ററേനിയൻ സീനെ ക്രോസ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് അവിടെ മഴ പെയ്യുമ്പോൾ റെഡ് കളറുള്ള മഴയൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡ് റെയിൻ എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഫോൺ എന്ന് പറയുന്നത് യൂറോപ്പില് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വിറ്റ്സർലാൻഡിന്റെ ഭാഗത്തൊക്കെ ആയിട്ട്, അതായത് ആൽപ്സിന്റെ നോർത്തേൺ സൈഡിൽ വീശുന്ന ഒരു കാറ്റാണ്. ഒരു വാം വിൻഡാണ്, വിന്ററിൽ വരുന്ന ഒരു വാം വിൻഡാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്നോ ഒക്കെ ഇതാ സമയത്ത് മെൽറ്റ് ചെയ്യാറ്. ഇനി മറ്റൊന്ന് ബോറ എന്ന് പറയുന്ന യൂറോപ്പിൽ തന്നെ വീശുന്ന ഒരു കോൾഡ് വിൻഡാണ്. യൂറോപ്പിൽ വീശുന്ന ഒരു കോൾഡ് വിൻഡാണ് ബോറ എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ഫ്രോസൺ precipitation usually found in the summer, usually associated with the thunderstorm. The above statement refers to, ഇത് എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? സ്നോഫോൾ ആണോ, സ്ലീറ്റ് ആണോ, ഹെയിൽ ആണോ, അതോ നൺ ഓഫ് ദി അബോവ് ആണോ? എന്തായിരുന്നു അത്? ഹെയിൽ ആണ് അല്ലെ? എക്സാക്ട്ലി ഹെയിലാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന വെള്ളത്തുള്ളികൾ അല്ലെങ്കിൽ വെള്ളം എങ്ങനെ ഗ്രൗണ്ടിലേക്ക് എത്തുന്നു എന്നുള്ളതിനെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. അത് പ്രോപ്പർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? റെയിൻ എന്ന് പറയും. ഇനി ചെറിയ ചെറിയ സ്നോ ഫ്ലേക്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെന്ത് പറയും? സ്നോഫോൾ എന്ന് പറയും. ഇനി പകരം ഇങ്ങനെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് വരും. ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഒരു ഭാഗത്തെ ടെമ്പറേച്ചർ 0 ഡിഗ്രിക്കും താഴെയാണ്. അങ്ങനെ 0 ഡിഗ്രിക്കും താഴെ ആകുമ്പോൾ എന്ത് ചെയ്യും? ആ ഭാഗത്ത് വരുമ്പോൾ ആ വെള്ളത്തുള്ളി കട്ടിയാവും, ഐസ് ആവും. എന്നിട്ട് ചെറിയ ചെറിയ ഐസ് പെല്ലറ്റ് ആയിട്ട് വന്ന് വീഴാം. നമ്മൾ അതിനെ സ്ലീറ്റ് എന്ന് പറയും. ആ സ്ലീറ്റ് ഉണ്ടാവാനുള്ള കാരണം ഈ താഴോട്ട് വെള്ളം വരുന്ന വഴിക്ക് അറ്റ്മോസ്ഫിയറിന് ഇടയിൽ എവിടെയോ 0 ഡിഗ്രി താഴെ പോയി അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഐസായി. അങ്ങനെയാണ് സ്ലീറ്റ് ഉണ്ടാവും. പക്ഷെ ഹെയിൽ എന്ന് പറയുന്നത് ഈ ക്ലൗഡിനകത്ത് വെച്ച് തന്നെ ഈ എന്തുണ്ടാവും? ചെറിയ ഐസ് പെല്ലറ്റുകളായിട്ട് മാറും. ടെമ്പറേച്ചർ 0 ഡിഗ്രി താഴെ പോയിട്ട് ചെറിയ ഐസ് പെല്ലറ്റുകൾ, അതിനു ചുറ്റും വീണ്ടും വാട്ടർ പറ്റിപ്പിടിച്ചത് വലിയ വലിയ ഐസ് പെല്ലറ്റുകളായിട്ട് മാറിയിട്ട് സംടൈംസ് വളരെ വലുത് വരെ വരാറുണ്ട്. ബംഗ്ലാദേശിലാണ് ഏറ്റവും വലുത് വീട്ടിരിക്കുന്നത്, ഏറിയമാകുന്നത്. അങ്ങനെ ഒരു ഐസ് പെല്ലറ്റുകളായിട്ട് വന്ന് വീഴുന്ന ഒരു സർക്കുലർ ഷേപ്പിലുള്ള, അതായത് ഒരു കോൺസെൻട്രേറ്റ് സർക്കിൾ ആയിരിക്കും. ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ഐസ് ആയിട്ട് അതിന് ചുറ്റും അടുത്തത് ഇങ്ങനെ ഒരു കോൺസെൻട്രേറ്റ് സർക്കിൾ ആയിട്ടുള്ള വലിയൊരു ബോളായിട്ട് വന്നു. അതിനെയാണ് ഹെയിൽ എന്ന് പറയുന്നത്. സംടൈംസ് ഫാറ്റൽ ആവാറുണ്ട്, കൃഷിയൊക്കെ നശിപ്പിക്കാറുള്ള ഒന്നാണ് ഹെയിൽ സ്റ്റോം എന്ന് പറയുന്നത്. സാധാരണ സമ്മറിൽ തണ്ടർ സ്റ്റോം ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ്. കാരണം തണ്ടർ സ്റ്റോമിൽ ഈ പറയുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ് ഇങ്ങനെ മുകളിലോട്ടും താഴും ആ മേഘത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ സമയത്താണ് ഇങ്ങനെ വലിയ ഹെയിൽ ഡ്രോപ്ലെറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി കൂടുന്നത് ഓൺ ദി ഓഷ്യൻ സർഫസ്. ഓഷ്യൻ സർഫസ് വെള്ളം വരുമ്പോ മഴ പെയ്യുമ്പോൾ ഫ്രഷ് വാട്ടർ, അപ്പൊ എന്ത് സലൈനിറ്റി കൂടുവോ? ഇല്ല അല്ലെ, അത് സലൈനിറ്റി കൂടുന്നതിന് കാരണമാവില്ല. അപ്പൊ ഇത് അതിന്റെ ഫാക്ടർ അല്ല. ദെൻ മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഫ്രഷ് വാട്ടർ ആണ് വരുന്നത്. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, അതിനകത്ത് ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വന്നാൽ എന്ത് ചെയ്യും? അതിന്റെ സലൈനിറ്റി അതിനകത്ത് റിമൂവ് ചെയ്ത് സംഭവിക്കും, സലൈനിറ്റി കൂടും. അപ്പൊ എന്ത് ചെയ്യും? ഇവാപറേഷൻ സംഭവം എന്ത് ചെയ്യും? വെള്ളം ഫ്രഷ് വാട്ടർ റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? സലൈനിറ്റി
കൂടും. സോ അപ്പൊ 3 only ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രഷ് വാട്ടർ അഡീഷൻ, അത് ഫ്രഷ് വാട്ടർ അഡീഷൻ എന്ന് പറയുന്നത് ഐസ് മെൽറ്റ് ചെയ്തിട്ടാവാം, റിവർ വാട്ടർ ഇൻഫ്ലോ ആവാം, അല്ലെങ്കിൽ റെയിൻഫോൾ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷനോ, അതൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ സലൈനിറ്റി കുറയ്ക്കുന്ന പ്രോസസ്സുകളാണ്. സലൈനിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഇവാപറേഷൻ ആണ്, കാരണം വാട്ടർ ലൂസ് ചെയ്യുന്ന മെത്തേഡാണ്. Which of the following products are correctly matched reading the desiccating effect of by cold current? നോക്കുകയാണെങ്കിൽ ഏതാണിത്? ബംഗുവേല കറണ്ട് നമീബ് ഡെസേർട്ട്, കാനറി കറണ്ട് സഹാറ ഡെസേർട്ട്, ഹംബോൾട്ട് കറണ്ട് അറ്റഗാമ ഡെസേർട്ട്. ഇത് മൂന്നും നോക്കി ശരിയല്ലേ? ഈ പറയുന്ന ബംഗുവേല വരുന്നത് എവിടെയാണ്? ബംഗുവേല വരുന്നത് ആഫ്രിക്കയുടെ സൈഡിൽ വരുന്നില്ല, സദേൺ അറ്റ്ലാന്റിക് ഓഷ്യനിൽ വരുന്ന കോൾഡ് കറണ്ട് ആണ് ബംഗുവേല കറണ്ട്. അതിനോട് ചേർന്നാണ് നമീബ് ഡെസേർട്ട് വരുന്നത്. കാനറി കറണ്ട് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനിലെ നോർത്തേൺ സൈഡിൽ സഹാറയുടെ അടുത്ത് വരുന്നതാണ്. ഹംബോൾട്ട് കറണ്ട് അഥവാ പെറു കറണ്ട്, നമ്മൾ എൽനിനോയിലൊക്കെ പഠിക്കുന്ന കറണ്ടാ, അതെവിടെയാണ്? അറ്റഗാമ ഡെസേർട്ട്, ദ ഡ്രൈയസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ്, അറ്റഗാമയില. അപ്പോ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നോക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കോൾഡ് കറണ്ട് ഇങ്ങനെ ഒഴുകാണ്. ഇവിടെ ഒരു ഭാഗം, ഇതൊരു ലാൻഡാന്ന് വിചാരിക്കുക, ഇതിലൂടെ ഇങ്ങനെ കോൾഡ് കറണ്ട് ഒഴുകാണ്. സോ ഈ തണുത്ത കറണ്ടിന്റെ മുകളിൽ നമ്മൾ ഒരു കാറ്റ് ഇങ്ങോട്ട് വീശിയാൽ പോലും എന്ത് ചെയ്യും? വളരെ തണുത്ത ഒരു കാറ്റായിരിക്കും വരുന്നത്. അങ്ങനെ തണുത്തൊരു കാറ്റ് അവിടെ വന്നു കഴിയുമ്പോൾ ആ തണുത്ത അത് മോയിസ്ചറുമായിട്ട് വന്നാൽ പോലും അത് അവിടെ ഒരു മേഘങ്ങൾ ഉണ്ടാക്കി മഴ പെയ്യിക്കില്ല, പകരം ഫോഗുകൾ ഉണ്ടാക്കി അവിടെ ഫോഗി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതിനെയാണ് ഈ ഡെസിക്കേറ്റിംഗ് എഫക്ട് ബൈ കോൾഡ് കറണ്ട് എന്നൊക്കെ പറയുന്നത്. അവിടെ മഴ പെയ്യിക്കാതെ പകരം ആ ഒരു ചില്ലായിട്ടുള്ള മോയിസ്ചർ ലിഡൻ ആയിട്ടുള്ള ആ ഒരു വിൻഡ് ചില്ലാവും, അതായത് തണുക്കും. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഒരു ഫോഗ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും, മഴ പെയ്യാത്തൊരവസ്ഥ വരും. അതാണ് ഡെസിക്കേറ്റിംഗ് എഫക്ട് ഓഫ് കോൾഡ് കറണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ സബ് ട്രോപ്പിക്കൽ ഡെസേർട്ടുകളുടെ സൈഡിൽ ഓഷ്യൻ കറണ്ടുകൾ, കോൾഡ് ഓഷ്യൻ കറണ്ട് കാണുമെന്ന് പറയുന്നതിന്റെ കാരണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ, ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കോറൽ റീഫ്. The majority of reef building corals are found within the tropical and subtropical waters. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ലക്ഷദ്വീപ് ഐലൻഡ് ആർ ഓഫ് കോറൽ ഒറിജിൻ, അതും ശരിയാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഈ കോറൽസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു പ്രത്യേക തരം ഒരു ഓർഗാനിസം ആണല്ലേ. അവിടെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റും, കോറൽസും പോളിപ്സും കൂടെ കൂടും. അപ്പൊ ഈ കോറൽ പോളിപ്സിൽ നമുക്ക് നോക്കുമ്പോൾ, കോറൽ പോളിപ്സ് എന്ന് പറയുന്ന ഓർഗാനിസവും അതുപോലെ സൂസാന്തല്ലെ എന്ന് പറയുന്ന ആൽഗയും തമ്മിലാണ് ഒരു മ്യൂച്വലിസം അവിടെ നിൽക്കുന്നത്. ആ മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് കാണുന്നത്? കുറെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് കോറൽ റീഫുകൾ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം സലൈനിറ്റി. അതുപോലെ തന്നെ സലൈനിറ്റി എന്നൊക്കെ പറയുന്ന ഒരു 30 പാർട്സ് പെർ 1000, അതുപോലെ ഒരു 18-20 ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ തന്നെ പൊല്യൂഷൻ ഫ്രീ വാട്ടർ, ഇങ്ങനെയുള്ള കുറെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം. അതുപോലെ തന്നെ സൺലൈറ്റ് പെനട്രേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കണം, അതായത് ഒരു 180 മീറ്ററിനകത്ത് അല്ലെങ്കിൽ 100 ഫാത്തോംസിനകത്ത് ഡെപ്ത് ഉള്ള സ്ഥലങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്താലാണ് എന്തുണ്ടാവും? കോറൽസ് ഉണ്ടാവും. അതുകൊണ്ട് ഈ കണ്ടീഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നിൽക്കുന്നത് പ്രധാനമായിട്ടും കോറൽസ് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻ. പക്ഷെ ചില വെറൈറ്റി ഓഫ് ഈ കോറൽസ് ഉണ്ട്. അത് നമ്മൾ ഈ പറയുന്ന പോലെ തണുത്ത റീജിയണിൽ നമുക്ക് കാണാം. നോർവേയുടെ സൈഡിലും അല്ലെങ്കിൽ ജപ്പാന്റെ സൈഡിലും ഒക്കെ ചില ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോറൽസ് കാണാം. അതുകൊണ്ടാണ് ഓൾ എന്ന് പറയാതെ മജോറിറ്റി ഓഫ് എന്ന് പറഞ്ഞത്. ഓൾ എന്ന് പറയുകയാണെങ്കിൽ തെറ്റാണ്, കാരണം എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന കോൾഡ് വെറൈറ്റി സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒരു കോറൽസും ഉണ്ട്. സോ അപ്പൊ അതാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫോളോയിങ് സ്റ്റേറ്റ് ഈ വിത്തിൻ ദ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ എന്ന് പറയുന്നത് ട്രോപ്പിക്കലും മാത്രമല്ല കൂടുതൽ വരുന്നുള്ളൂ, സബ് ട്രോപ്പിക്കലേക്ക് വരുന്നുണ്ട്. സബ് ട്രോപ്പിക്കൽ റീജിയണിലും കൂടെ വരുന്നുണ്ട്. നമ്മളൊരു 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വരെയൊക്കെ, 30-35 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വരെയൊക്കെ നമുക്ക് കോറൽസിന്റെ പ്രസൻസ് കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ. ഈ സെയിം കൈൻഡ് ഓഫ് വാം വാട്ടറിൽ കാണുന്ന കോറൽസ് ആ ഭാഗത്ത് കാണുന്നുണ്ട്. നമ്മൾ ട്രോപ്പിക്കൽ എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ അത് ഈ 23.5 ഡിഗ്രിയാണ് നമ്മൾ ട്രോപ്പിക്കൽ എന്നുള്ള രീതി പറയുന്നത്. അതിനപ്പുറത്തോട്ട് പോകുമ്പോൾ അത് സബ് ട്രോപ്പിക്കലാണ്. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ബോറിയൽ സമ്മർ ഇന്റർ സീസണൽ ഓസിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ന്യൂസിൽ ഉണ്ടായിരുന്നത്. സമയത്ത് എപ്പോഴും ന്യൂസിൽ വന്നു പോയത്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ചോദ്യം വന്നു, നമ്മുടെ ഈ സർഫസ് ടെമ്പറേച്ചറിന് പകരം മീൻ ടെമ്പറേച്ചർ മെഷർ ചെയ്തുകൊണ്ട് ഈ മൺസൂൺ പ്രഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം. സോ അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് ആയിരുന്നു ഇത്. അപ്പൊ അതിൽ 2 സ്റ്റേറ്റ്മെന്റ്. ദ ട്രാൻസ്ഫർ ഓഫ് കൺവെൻഷണൽ ഹീറ്റ് ഫ്രം വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ ടു ദി ഇന്ത്യൻ ഓഷ്യൻ ഡ്യൂറിംഗ് ദി മൺസൂൺ പീരിയഡ്. തിരിച്ചാണ്. ഈ മൺസൂൺ പീരീഡില് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് തിരിച്ച് പസഫിക് ഓഷ്യനിലോട്ട് ഒരു വാം
കൺവെക്ഷണൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്നത്, അല്ലാതെ തിരിച്ചല്ല, നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആണെന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യുന്നു, ഇതിന്റെ രണ്ട് ഫേസ് ഉണ്ട്, ആക്റ്റീവ് ഫേസും ഇൻആക്റ്റീവ് ഫേസും, രണ്ട് ഫേസസ് ആണ് ഇതിനകത്ത്. അപ്പോൾ ഈ ഫേസസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് ഫേസസ് എന്നൊക്കെ പറയുന്ന സമയത്താണ് നമുക്കിവിടെ ആ മൺസൂൺ, അതായത് മൺസൂൺ നമുക്കിവിടെ രണ്ട് രീതിയിലുണ്ട്. മൺസൂൺ വളരെ പെട്ടെന്ന് കൂടി വരുന്ന സമയം, അതുപോലെ ബ്രേക്ക് ഇൻ ദി മൺസൂൺ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മൺസൂൺ ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൺസൂൺ എങ്ങനെയാണ്, 2 ആഴ്ച 3 ആഴ്ച ഒക്കെ മഴ പെയ്യുന്ന കുറച്ച് നാൾ മഴ പെയ്യാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അതിനാണ് ബ്രേക്ക് ഇൻ ദി മൺസൂൺ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഈ ബ്രേക്ക് ഇൻ ദ മൺസൂൺ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, കൂടുതലും അങ്ങോട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫറും ആ ഒരു ഇന്റൻസിഫൈ ചെയ്യാണ്. പക്ഷെ അതെന്ന് പറയുന്നത് ഈ മഴ പെയ്ത് കഴിഞ്ഞ് മാറി ഈ അറ്റ്മോസ്ഫിയർ ഒന്ന് ക്ലിയർ ആയിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനുശേഷം വളരെ വീണ്ടും കുറെ കൂടെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു മഴ ഇവിടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും പല സമയങ്ങളിൽ. സോ അതിന് എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന ട്രാൻസ്ഫർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആക്റ്റീവ് ഫേസ് എൻഹാൻസ് ദ മൺസൂൺ വിൻഡ് ആൻഡ് സർഫസ് വേവ്സ്. അത് ആ സമയത്ത് എന്ത് ചെയ്യും, രണ്ടാമത് ആ ബ്രേക്കിന് ശേഷം പിന്നീട് വരുന്ന മഴയെ അത് എൻഹാൻസ് ചെയ്തു. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കിയേക്കുക, കാരണം ഇങ്ങനെയുള്ളത് ഇപ്പൊ പല പ്രാവശ്യമായിട്ട് ജോഗ്രഫിയിൽ കയറി വരുന്നുള്ളത് കൊണ്ടാണ്. Then the Milne ice shelf was seen in the recently citing its collapse and loss of more than 40% of its area. It is located at എവിടെയായിരുന്നത്, കാനഡയിലായിരുന്നു. കാനഡയിൽ വന്ന ഒരു സാധനമായിരുന്നു, കാനഡയിൽ വരുന്നത്. ഇതൊക്കെ ലൊക്കേഷൻ ബേസ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കൊളാപ്സ് ഓഫ് കാനഡേസ് മിൽനെ ഷെൽഫ് എന്ന് പറയുന്നത് അത് അവിടെ നമ്മളെ നോർത്തില്, കാനഡയുടെ നോർത്തിലായിട്ട് വരുന്നതാണ് എലസ്മെറെ ഐലൻഡ് എന്ന് പറയുന്നത്. അതിനടുത്തായിട്ടാണ് ആർട്ടിക് റീജിയൻ ആണ്. അപ്പൊ ഈ ആർട്ടിക്കില് ഐസ് മെൽറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന വലിയ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളിലൊന്നായിരുന്നു ഈ മിൽനെ ഐസ് ഷെൽഫിന്റെ മെൽറ്റിംഗ്, അത് ബ്രേക്ക് അവേ ആയ കാര്യം. അടുത്ത് നമ്മൾ നോക്കുകയാണിത്, ഹോർമുസ് സ്ട്രെയിറ്റ് കണക്ടിങ് പേർഷ്യൻ ഗൾഫ് ആൻഡ് ഗൾഫ് ഓഫ് ഒമാൻ. ശരിയല്ലേ? അത് പേർഷ്യൻ ഗൾഫും ഗൾഫ് ഓഫ് ഒമാനും കൂടി കണക്ട് ചെയ്യുന്നല്ലേ ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഗൾഫ് ഓഫ് ഒമാൻ ആണ് എങ്ങോട്ട് വരുന്നത്, ഇന്ത്യൻ ഓഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അല്ലെ ഇതൊക്കെ നടന്ന പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ ആണ്. ദെൻ ഡോവർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ചാനലും നോർത്ത് സീയും കൂടെ കണക്ട് ചെയ്യുന്നത്, അതാണ് ഡോവർ എന്ന് പറയുന്നത്. ദെൻ ഫോമോസ എന്ന് പറയുന്നത് സൗത്ത് ചൈന സീയും ഈസ്റ്റ് ചൈന സീയും കൂടെ കണക്ട് ചെയ്യുന്നതാണ് ഫോമോസ. Then the Dardanelles Strait എന്ന് പറയുന്നത് സീ ഓഫ് മർമറയും ഏഗിയൻ സീയും തമ്മിൽ. സീ ഓഫ് മർമറ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ടർക്കിയുടെ ഇടയിൽ വരുന്നതാണ്. ഇവിടെ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള ടർക്കി ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഇത് ഏഷ്യ മൈനർ എന്ന് പറയുന്ന ഭാഗം, ഇത് ഇസ്താംബൂളിന്റെ ഇസ്താംബൂളൊക്കെ വരുന്ന ആ ഒരു ഭാഗം ടർക്കിയുടെ. ഇതിനിടയിൽ ഇവിടെയായിട്ട് വരുന്ന ആ ഒരു സീയുടെ ഭാഗമാണ് നമ്മൾ പറയുന്നത് സീ ഓഫ് മർമറ എന്ന് പറയുന്നത്. ദെൻ ആ സീ ഓഫ് മർമറ ഇവിടെ വരുന്ന ഏഗിയൻ സീയും കൂടെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡാർഡനല്ല സ്ട്രേറ്റ് എന്ന് പറയുന്നത്. സോ നാലും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നാലും എന്താണ് കറക്റ്റ്. അപ്പൊ ഈ സ്ട്രേറ്റും കാര്യങ്ങളൊക്കെ നോക്കുക, എസ്പെഷ്യലി ആ ഭാഗത്ത് വരുന്നത്, അതായത് മെഡിറ്ററേനിയൻ സീ, റെഡ് സീ, ബ്ലാക്ക് സീ, ആ ഭാഗങ്ങളാണ് സാധാരണ UPSC സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അതിന് ചുറ്റും വരുന്ന കൺട്രീസും കാര്യങ്ങളും എല്ലാം. സോ അതിന്റെ കുറെ പോർഷത്തിന്റെ വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പൊ ആ മാപ്പ് ഒന്ന് നോക്കുക, കാരണം UPSCക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ഷുവർ ആയിട്ട് കിട്ടുന്ന കാര്യമാണ് മാപ്പ് എന്ന് പറയുന്നത്. ജോഗ്രഫിയിൽ ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യനെങ്കിലും മാപ്പ് വരും. അത് ഈ പറയുന്ന ഒരു റീജിയൻ എന്നാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. നമ്മുടെ നമ്മുടെ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു ഇഷ്യൂസ് നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ മെഡിറ്ററേനിയൻ സീയും ബ്ലാക്ക് സീയും റെഡ് സീയും ഒക്കെ അതിന് ചുറ്റും വരുന്ന കൺട്രീസും ഏതാണ് കോസ്റ്റൽ ഏതാണ് കോസ്റ്റ് ഇല്ലാത്തതെന്നൊക്കെ നോക്കുക. നമ്മൾ ഓൾറെഡി വീഡിയോസ് കിടക്കുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ദെൻ നമ്മൾ അടുത്തതെന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം, ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്? കറക്റ്റ് ആണ്, നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർ കണക്ടിങ് ടു ലാർജ് വാട്ടർ ബോഡീസ്. അത് തന്നെയാണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ വായിച്ചിട്ട് കണ്ടിട്ടുണ്ട്, അതായത് ഇറ്റ്സ് എ നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ബോഡി സെപ്പറേറ്റിംഗ് ടു ലാർജ് ലാൻഡ് മാസസ് എന്ന്. പക്ഷെ അത് അല്ല അതിന്റെ ശരിക്കും ഡെഫിനേഷൻ. അതും കറക്റ്റ് ആണ്, പക്ഷെ എക്സാക്ട് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നാരോ ബോഡി വാട്ടർ ബോഡി കണക്ടിങ് ടു ലാർജ് വാട്ടർ ബോഡി. അതുപോലെ തന്നെ രണ്ട് വലിയ ലാൻഡ് മാസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയ ലാൻഡ് മാസ് നമ്മൾ പറയുന്നവരാണ് ഇസ്തുമസ് എന്ന് പറയുന്നത്. പനാമ ഇസ്തുമസ്, അതുപോലെ തന്നെ നമ്മുടെ തായ്ലാന്റിന്റെ അവിടെയൊക്കെ വരുന്ന ക്രാ ഇസ്തുമസ്, അതൊക്കെ ഇസ്തുമസിന്റെ ഒരു എക്സാമ്പിൾസ് ആണ്. അത് രണ്ട് വലിയ ലാൻഡ് മാസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയ ലാൻഡ് മാസിനെയാണ് നമ്മൾ ഇസ്തുമസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുക, ലോങ് നാരോ ആൻഡ് സ്റ്റീപ്പ് ഡിപ്രഷൻ ഓൺ അബിസൽ പ്ലെയിൻ. They are of tectonic origin. They lie along the fringes of deep sea plain at the base of continental slope and along the island are. ഇത് എന്തിനെ പറ്റിയായി പറയുന്നത്? എന്ത് സാധനം അത്? ട്രെഞ്ചസ് ആണ് അല്ലെ? ദ ഡെഫിനേഷൻ ഓഫ് ട്രെഞ്ചസ്. ഇത് ട്രെഞ്ചസ് ആണ്.
ഓഷ്യാനിക് ട്രെഞ്ച് എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുന്ന ആ ഓഷ്യൻ പ്ലേറ്റും അതുപോലെ തന്നെ കോണ്ടിനെന്റൽ പ്ലേറ്റും കൂടെ കൺവേർജ് ചെയ്യുന്ന സ്ഥലത്ത്, ആ കൺവേർജ് ചെയ്യുന്നത് ഈ ഓഷ്യൻ പ്ലേറ്റ് താഴെ രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ കൂടി, സോറി കോണ്ടിനെന്റൽ പ്ലേറ്റ് അല്ല, രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ കൂടി കൺവേർജ് ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു ഓഷ്യൻ പ്ലേറ്റിന്റെ ഭാഗം താഴോട്ട് സബ്ഡക്ട് ചെയ്ത് പോകുന്ന ഭാഗത്ത് ട്രെഞ്ച് കാണാം. ഇനി അതുപോലെ തന്നെ ഒരു ഓഷ്യൻ പ്ലേറ്റും ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും കൂടെ കൺവേർജ് ചെയ്യുന്ന സ്ഥലത്തും ഈ ഓഷ്യൻ പ്ലേറ്റ് ഇങ്ങനെ സബ്ഡക്ട് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ ട്രെഞ്ചസ് കാണാൻ കഴിയും. സോ അവിടെയാണ് ട്രെഞ്ചസ് പോകുന്നത്. ഈ കാനിയോൺസ് വരുന്നത് എവിടെയാണ്? കാനിയോൺസ് വരുന്നത് കോണ്ടിനെന്റൽ ഷെൽഫിലും കോണ്ടിനെന്റൽ സ്ലോപ്പിലുമായിട്ടാണ് കാനിയോൺസ്, സബ്മറൈൻ കാനിയോൺസ് വരുന്നത്. ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത്, ഓഷ്യാനിക് റിഡ്ജസ് വരുന്നത് ഈ ഓഷ്യൻ പ്ലേറ്റിന്റെ സെന്ററിൽ ഏതെങ്കിലും ഒരു പോർഷനിലായിട്ടാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഉണ്ട്. ഗുയോട്ടും വരുന്നത് ഒരു ഇൻഡിവിജ്വൽ പീക്കുകളാണ്. പോയിന്റഡ് ടോപ്പ് അല്ല, ഫ്ലാറ്റ് ടോപ്പഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പീക്കുകളെയാണ് ഗുയോട്ട് എന്ന് പറയുന്നത്. പോയിന്റഡ് ടോപ്പ് ആണെങ്കിൽ വിൽ കോൾ ഇറ്റ് സീ മൗണ്ട് എന്ന് വിളിക്കും. സീ മൗണ്ട് എന്നാണ്. ഇനി അടുത്ത് ഏതാണ് ഒരു കോണ്ടിനെന്റൽ ഐലൻഡ് ഇതിനകത്ത് എന്നുള്ളതാണ് ചോദ്യം. കോണ്ടിനെന്റൽ ഐലൻഡ് ശ്രീലങ്കയാണ് ഇതിനകത്ത് കോണ്ടിനെന്റൽ ഐലൻഡ് എന്ന് പറയുന്നത്. ജപ്പാൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു വോൾക്കാനിക് ഐലൻഡ് ആണ്. മൗറീഷ്യസ് ഒക്കെ വരുന്ന ഒരു വോൾക്കാനിക് ഐലൻഡ് ആണ്. ശ്രീലങ്ക എന്ന് പറയുന്നത് എന്താണ്? അതൊരു കോണ്ടിനെന്റ്. കാരണം നമ്മൾ ആ ഇന്ത്യൻ ലാൻഡ് മാസിന്റെ ഒക്കെ ഭാഗത്തൊരു ഭാഗം റോഡൊക്കെ ചെയ്തു പോയി അവിടെ നിന്ന് മാറി നിൽക്കുന്ന, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ശ്രീലങ്ക എന്നത്. ഈ കോണ്ടിനെന്റൽ ഐലൻഡ് എന്ന് പറയുന്നത്, കോണ്ടിനെന്റൽ ഐലൻഡ് എന്ന് പറയുന്ന കോണ്ടിനെന്റൽ ഷെൽഫിന്റെ തന്നെ ഭാഗമാണ്. അതിന് ചുറ്റുമുള്ള ഭാഗം വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പൊ അത് മാത്രമേ പൊങ്ങി നിൽക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? കോണ്ടിനെന്റൽ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ലാൻഡ് മാസിന്റെ ഒക്കെ ഒരു ഭാഗമായിരുന്നു. ആ ഭാഗത്ത് റോഷനൊക്കെ നടത്തും, അങ്ങനെ താന്നു പോയിട്ട് അവിടെ ചെയ്തു, അങ്ങനെ വരുന്നതാണ് ശ്രീലങ്ക. അതാണ് കോണ്ടിനെന്റൽ ഐലൻഡ് എന്ന് പറയുന്നത്. ഒരു കോണ്ടിനെന്റിന്റെ ഭാഗമായിരുന്നു, പിന്നീട് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ആയിട്ട് ചുറ്റുമുള്ള ഭാഗം റോഡൊക്കെ ചെയ്തു, ചുറ്റുമുള്ള ഭാഗം വെള്ളത്തിൽ താഴ്ന്നു എന്നുള്ള അവസ്ഥ. അപ്പൊ ശ്രീലങ്ക അതിനൊരു എക്സാമ്പിൾ. Then seas around Japan and the eastern coast of North America have some of the world best fishing ground because എന്തുകൊണ്ടാണ് അവിടെയൊക്കെ ബെസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട് വരുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ, സിമ്പിൾ ആയിട്ട് നോക്കിയാൽ ഒരു ഓഷ്യൻ എടുക്കുക. ഇതൊരു ഓഷ്യൻ ആണെന്ന് മനസ്സിലായി. ഇതാണ് ഓഷ്യൻ. ഈ ഓഷ്യന്റെ എപ്പോഴും വെസ്റ്റേൺ കോസ്റ്റില്, ഓഷ്യന്റെ വെസ്റ്റേൺ കോസ്റ്റിൽ ഒരു ഹയർ ലാറ്റിറ്റ്യൂഡ് 40 ഡിഗ്രി ഒക്കെ ലാറ്റിറ്റ്യൂഡ് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു കോണ്ടിനെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ കോസ്റ്റിൽ ഒരു 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും അവിടെ രണ്ട് ഓഷ്യൻ കറണ്ടുകൾ നമുക്ക് കൺവേർജ് ചെയ്യുന്നതാണ്. ആ ഓഷ്യൻ കറണ്ടും കോൾഡ് ഓഷ്യൻ കറണ്ടും വന്ന് കൺവേർട്ട് ചെയ്യുന്നതായിട്ടാണ്. നിങ്ങൾ നോക്കിയാൽ ഏതൊരു ഓഷ്യൻ എടുത്താലും എക്സെപ്റ്റ് ദ നോർത്തേൺ സൈഡ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. അതെന്താണ്? നോർത്തേൺ സൈഡ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നതിന് പോളാർ റീജിയനുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹാഫ് ആൻ ഓഷ്യൻ എന്നാണ് ഇന്ത്യൻ ഓഷ്യനെ വിളിക്കുന്നത് തന്നെ. ബാക്കിയുള്ള പസഫിക് ഓഷൻ ആയാലും അറ്റ്ലാന്റിക് ഓഷൻ ആയാലും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നോർത്തേൺ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ, സൗത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല, നോർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആ ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡിൽ ഒരു 40 ഡിഗ്രി ഹൈ ലാറ്റിറ്റ്യൂഡ് ആകുമ്പോൾ ഒരു വാം കറണ്ടും കോൾഡ് കറണ്ടും വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഫിഷിങ്ങിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് അവിടെ ക്രിയേറ്റ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? ഇത്രയും അധികം ഫിഷ് പ്രൊഡക്ഷൻസ് വരുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട ഫിഷിംഗ് ഗ്രൗണ്ട്സ് കാണുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് അവിടെ ജപ്പാന്റെയും അതുപോലെ യുഎസിന്റെയും കാനഡയുടെ സൈഡിലായിട്ട് ഇത്രയും നല്ല ഫിഷിംഗ് ഗ്രൗണ്ടുകൾ വരുന്നത്. ആ കോൾഡ് കറണ്ടും വാം കറണ്ടും മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. Then അടുത്ത് നോക്കുകയാണ്, the spring tides have higher high tides and lower low tides, whereas neap tides have lower high tides and higher low tides. ശരിയല്ലേ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സ്പ്രിംഗ് ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഉള്ളതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ടൈഡാണ്. അപ്പൊ എന്ത് ചെയ്യും? സാധാരണ ഈ ഒരു ലെവൽ വരെയാണ് ഹൈറ്റിൽ വരുന്നത്, ഇവിടം വരെ ഉയർന്നു വരും. സാധാരണ ഇവിടം വരെയാണ് ലോ ടൈഡ് താഴ്ന്നു, എന്ത് ചെയ്യും? കുറെ കൂടെ താഴ്ന്നു പോകും. നീപ്പ് ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് അല്ലാത്ത അല്ലെങ്കിൽ സാധാരണ വീക്ക് ആയിട്ടുള്ള ടൈഡാണ്. സാധാരണ കണ്ടീഷനിൽ ഇവിടം വരെയാണ് ഹൈറ്റ് വരുന്നതെങ്കിൽ ഇത് ഇവിടെ വരെ വരുന്നു. സാധാരണ കണ്ടീഷനിൽ ഇവിടം വരെ ലോറ്റേഡ് താഴ്ന്നു പോകുന്നെങ്കിൽ ഇത് ഇവിടെ വരെ താഴ്ന്നു പോകും. സോ അതാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി അൺലൈക്ക് സൈക്ലോൺസ്, ഓഷ്യൻ കറന്റ്സ്, ടൈഡ്സ് കനോട്ട് ബി പ്രഡിക്റ്റബിൾ ഇൻ അഡ്വാൻസ്. ഓഷ്യൻ കറന്റ്സും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഓഷ്യൻ കറന്റ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഓഷ്യൻ കറന്റ് തന്നെ കൃത്യമായ ഒരു ചാനലിലൂടെ, കൃത്യമായ ഒരു പാത്തിലൂടെ തന്നെ പോകുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത് ഈ ഓഷ്യൻ കറന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അതിന് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ടൈഡും ഒക്കെ ടൈഡ് പ്രഡിക്ട് ചെയ്തിട്ടല്ലേ നമ്മൾ ആ ഈ പറയുന്ന ഷിപ്പ് എല്ലാം കയറി വരുന്നതും ഇറങ്ങുന്നതും ഒക്കെ പല പോർട്ടുകളിലും. Then the level of ocean water is lower at the equator than in the middle latitude and because of the Coriolis effect. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഷ്യനിലെ സീ ലെവൽ കൂടുതൽ എവിടെയാണ്? ഇക്വേറ്ററിലാണോ പോളാർ റീജിയനിലാണോ സീ ലെവൽ കൂടുതൽ? എവിടെയാണ് സീ ലെവൽ കൂടുതൽ? ഇക്വേറ്ററിലാണോ പോളാർ റീജിയനിലാണോ സീ ലെവൽ ഉയർന്നു നിൽക്കുന്നത്? എവിടെയാണ് ഉയർന്നു നിൽക്കുന്നത്?
ഇക്വേറ്ററിലാണ്. കാരണം ഇക്വേറ്ററിൽ എന്തുകൊണ്ട്? ഇക്വേറ്ററിൽ ചൂട് കൂടുതലാണ്. ചൂട് കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ ഹീറ്റ് എനർജി വരുമ്പോൾ ആ വാട്ടർ എക്സ്പാൻഡ് ചെയ്യുന്നു. വാട്ടർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ സീ ലെവൽ അല്പം ഉയർന്നു നിൽക്കും. അതായത് ഇവിടെ വരെയാണ് വെള്ളമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിൽ അല്പം ഉയർന്നു നിൽക്കും. സോ അപ്പൊ അവിടെ നിന്ന് ഇക്വേറ്ററിലേക്ക് ഒരു സ്ലോപ്പ് ഉണ്ടാവും. സോ വാട്ടർ എന്ത് ചെയ്യും? വാം വാട്ടർ ഇക്വേറ്ററിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നതിന് ഇതൊരു കാരണമാണ്. മൂവ് ചെയ്യുന്നതിന് അത് കാരണമാണ്. അപ്പൊ ആ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. സോ ആൻസർ ബി ആണ്. 2 ഉം 3 റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1 ആണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് നോക്കുക. കോൾഡ് വേവ്, റൈസിംഗ് ഓഫ് എയർ, അപ്പർ അറ്റ്മോസ്ഫിയറിക് സൈക്ലോണിക് കണ്ടീഷൻ. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഓർ കൺസിഡർ ഫോളോയിങ് ഫാക്ടേഴ്സ് റിഗാർഡിംഗ് ടിബറ്റൻ പ്ലേറ്റ്. ടിബറ്റൻ പ്ലേറ്റുമായി ബന്ധപ്പെട്ട് നോക്കാനാണ് അതിനകത്ത്. Which of the above conditions are present in the Tibetan Plateau during the summer which will intensify the Indian monsoon? ഇന്ത്യൻ മൺസൂണിനെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ് ഇതിനകത്ത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? സമ്മറാണ്. സമ്മർ ആയപ്പോ അവിടെ കോൾഡ് വേവ് അല്ല വരുന്നത്, അവിടെ ഒരു ചൂടുള്ള കണ്ടീഷനാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? എയർ മുകളിലോട്ട് ഉയരുന്നു. എയർ മുകളിലോട്ട് ഉയരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? എയർ മുകളിലോട്ട് ഉയരുമ്പോൾ അപ്പർ അറ്റ്മോസ്ഫിയറിക് ആന്റി സൈക്ലോണിക് കണ്ടീഷൻ ആണ്. സൈക്ലോണിക് കണ്ടീഷൻ അല്ല, അപ്പർ അറ്റ്മോസ്ഫിയറിക് ആന്റി സൈക്ലോണിക് കണ്ടീഷൻ ആണ് അവിടെ വരുന്നത്. സോ 2 ഓൺലിയാണ്. കാരണം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതാണ് ടിബറ്റൻ പ്ലേറ്റ് എന്ന് വിചാരിക്കുക. ഈ ടിബറ്റൻ പ്ലേറ്റ് ഒന്ന് എയർ എന്ത് ചെയ്യും? ഇങ്ങനെ മുകളിലോട്ട് ഉയരും. എയർ ഇങ്ങനെ മുകളിലോട്ട് ഉയർന്നിട്ട് ഈ എയർ എന്ത് ചെയ്യണം? അവിടെ നിന്ന് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകണം. എന്നാലല്ലേ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചൂടാവുന്ന എയർ ഉയരത്തുള്ളൂ. അപ്പൊ ഒരു സ്ഥലത്തേക്ക് എയർ വന്നിട്ട് എയർ സ്പ്രെഡ് ചെയ്ത് പോകുന്നു. എയർ സ്പ്രെഡ് ചെയ്ത് പോകുന്നത് എപ്പോഴും എവിടെ നിന്നാണ്? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എയർ സ്പ്രെഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ മുകളിലോട്ട് ഉയർന്ന് അവിടെ നിന്ന് എയർ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു. ഒരു സ്ഥലത്ത് നിന്ന് എയർ പുറത്തേക്ക് പോകുന്ന എന്താണ്? അത് ആന്റി സൈക്ലോൺ ആണ്. എയർ അകത്തോട്ട് വരുന്നതാണ് എന്ത്? സൈക്ലോൺ. അപ്പൊ ആലോചിച്ച് നോക്കുക, ടിബറ്റിന്റെ അവിടെ എയർ മുകളിലോട്ട് വരുന്നുണ്ട്, മുകളിൽ നിന്ന് എയർ എന്താ? സ്പ്രെഡ് ചെയ്ത് പുറത്തോട്ടാ പോകുന്നത്. അത് ആന്റി സൈക്ലോൺ ആണ്. തിരിച്ച് അകത്തോട്ട് വരുവാണെങ്കിൽ അതെന്തായാലും സൈക്ലോൺ ആയ. സോ അപ്പൊ അതൊരു ആന്റി സൈക്ലോണിക് അപ്പർ ആന്റി സൈക്ലോണിക് കണ്ടീഷൻ ആണ്. അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് പോകുന്ന എയറിന്റെ ഒരു ഭാഗം വന്ന് സൗത്ത് ഇന്ത്യൻ ഓഷ്യനിൽ ഭാഗമായിട്ടുള്ള മസ്കരാനസിന്റെ അവിടേക്ക് വന്ന് സബ്സൈഡ് ചെയ്യും. അങ്ങനെ മസ്കരാനസ് ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അവിടെ നിന്ന് എന്ത് ചെയ്യും? അവിടെ നിന്ന് വീണ്ടും സർഫസിലൂടെ കാറ്റ് ഇന്ത്യയിലേക്ക് വരും. നമ്മുടെ സൊമാലി ജെസ്ട്രീം ഒക്കെ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ആ ഇന്ത്യൻ മൺസൂണിനെ ഇന്റൻസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ മൺസൂൺ അത് ഇന്റൻസിഫൈ ചെയ്യുന്നത്. അപ്പൊ 2 ഓൺലി മാത്രമാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എ ആണ്. Then consider following statement regarding Kal Baishakhi. It's a winter rainfall occurring in eastern India. It's a winter rainfall. Winter rainfall ആണോ ഇതല്ലല്ലോ? It's a pre-monsoon rainfall ആണ്. ഇതൊരു pre-monsoon rainfall ആണ്. നമുക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിൽ കിട്ടുന്ന ഒന്നാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ഇറ്റ്സ് ഒറിജിനേറ്റ് ഇൻ ദി ചോട്ടാനാഗ്പൂർ പ്ലേറ്റോ. കറക്റ്റ് ആണ്. ചോട്ടാനാഗ്പൂർ പ്ലേറ്റിൽ ഒറിജിനേറ്റ് ചെയ്ത് ബീഹാർ, ജാർഖണ്ഡ്, നമ്മുടെ ഒഡീഷ തുടങ്ങിയ ഭാഗങ്ങളിൽ മഴ പെയ്ക്കുന്നതാണ് ഈ കാൽ ബൈശാഖി എന്ന് പറയുന്നത്. നമുക്ക് അതിന് സിമിലർ ആയിട്ട് കേരളത്തിൽ കിട്ടുന്നതാണ് മാംഗോ ഷവേഴ്സും ബ്ലോസം ഷവേഴ്സും എന്നൊക്കെ പറയുന്നത്. അത് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജൂൺ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ വളരെ ഉയർന്ന ചൂടാണ്, വളരെ ഹൈ ഇന്റൻസിറ്റി ഹീറ്റ് ആകുമ്പോൾ എയർ മുകളിലോട്ട് ഉയരും. രാവിലെ തൊട്ട് എയർ ഇങ്ങനെ മുകളിലോട്ട് ഉയർന്നു കഴിയുമ്പോൾ എയർ എന്ത് ചെയ്യും? ആ എയർ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അതിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് വലിയ ക്ലൗഡുകൾ പോകും. ക്യുമുലോനിംബസ് ക്ലൗഡുകളായിരിക്കും ഉണ്ടാകുന്നത്. വലിയ കറുത്ത് ഇരുണ്ട ക്യുമുലോനിംബസ് ക്ലൗഡ്. അത് കുറച്ചു നേരം ഒരു 1.5 hours മാക്സിമം നീണ്ടു നിൽക്കുന്ന വളരെ ഹെവി ഡൗൺ പോർ, ഇടിച്ചു കുത്തിയുള്ള മഴയായിരിക്കും അവിടെ പെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ പറയുന്ന അതൊരു കൺവെക്ഷണൽ റെയിൻഫോൾ ആണ്. ഈ സമയത്ത് ഉണ്ടാകുന്ന ഇടിവെട്ടിയുള്ള മഴയാണ്, തണ്ടർസ്റ്റോം ആണ്. അപ്പൊ തണ്ടർസ്റ്റോം ആണ് ഉണ്ടാകുന്നത്, അതൊരു കൺവെക്ഷണൽ റെയിൻഫോൾ ആണ്. ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? പ്രീ മൺസൂൺ റെയിൻഫോൾ ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഇതൊരു വിൻഡ് സിസ്റ്റം കൂടിയാണ്, ആ സമയത്ത് നിലനിൽക്കുന്ന ഒരു ലോക്കൽ വിൻഡുകൾ കൂടിയാണ് തന്നത് കാൽ ബൈശാഖി. ആ കാൽ ബൈശാഖി സിമിലർ ആയിട്ട് കേരളത്തിൽ വരുന്നതാണ് മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത്. കേരളത്തിലും കർണാടകയിലുമായിട്ട് വരുന്നതാണ് ബ്ലോസം ഷവേഴ്സ് എന്ന് പറയുന്നത്. അത് കോഫി കൾട്ടിവേഷനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ബ്ലോസം ഷവർ എന്നും, മാംഗോ കൾട്ടിവേഷനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിനെ നമുക്ക് ആസാമിൽ ഇതേ കണ്ടീഷൻ ഉണ്ട്, അതിന് പറയുന്നത് ബർദോളി ചീര എന്നാണ് അതിന് പറയുന്നത്, ബർദോളി ചീര. സോ ഇതാണ് നമ്മൾ ഈ പറയുന്ന പ്രീ മൺസൂൺ മൺസൂൺ അല്ല ലോക്കൽ വിൻഡുകളാണ്. എന്തുകൊണ്ടാണ് കേരളത്തില് ഇത് മാംഗോ ഷവർ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ മഴ പെയ്ത് വെള്ളം വരുമ്പോഴാണ് ഈ മാങ്ങയൊക്കെ അതിന്റെ ആ ഞെട്ടിൽ നിന്ന് വിട്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് പ്രിമച്യൂർ ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഇതിന് മാംഗോ ഷവർ എന്ന് പറയുന്നത്. അടുത്ത് a season in India experienced the wind from land to sea. During the season, the southern extremity of Peninsula Plateau experienced the wind from sea to land where heavy rainfall will occur. North India experienced a cool, calm night with hot, humid day. The above paragraph refers to ഇത് ഏത് സീസൺ ആണത്? നമ്മൾ ഏത് സീസണെ പറ്റിയാണ് പറയുന്നത്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണല്ലേ. ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ സമയത്ത് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ലാൻഡ് മാസിന് മുകളിൽ
ചൂട് കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് ചുറ്റുമുള്ള കടലിൽ നിന്ന് ഇന്ത്യയുടെ ലാൻഡ് മാസിലേക്ക് എയർ വരികയാണ്. പക്ഷെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആകുമ്പോൾ ഈ കണ്ടീഷൻ റിവേഴ്സ് ചെയ്ത് ഇന്ത്യക്ക് മുകളിൽ വളരെ ഗ്രാജുവൽ ആയിട്ട് ഹൈ പ്രഷർ ബിൽഡ് ചെയ്തു വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇന്ത്യക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓഷ്യനിലോട്ട് കാറ്റ് വീശുന്ന ഒരു അവസ്ഥ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ സമയത്ത് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ഇന്ന് താഴെ തമിഴ്നാടിന്റെ കോസ്റ്റിൽ മാത്രമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാടിന്റെ ഈ കോസ്റ്റിൽ മാത്രമാണ് ബേ ഓഫ് ബംഗാളിൽ നിന്ന് ലാൻഡിലേക്ക് കാര്യം. അതുകൊണ്ട് തമിഴ്നാട്ടിൽ മാത്രം ഈ സമയത്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ, അല്ലെങ്കിൽ അതിന് ചേർത്ത് വരുന്ന വിന്റർ ടൈമിലും കൂടെ 2 സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ. അപ്പൊ ഈ വിന്റർ ഇതും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്ക്. നോർത്തിൽ പറ്റി പറഞ്ഞേക്കുന്നത് എന്താ? നോർത്തിൽ ഈ സമയത്ത് രാത്രി എന്താണ്? ഒരു കൂൾ കാം നൈറ്റ് ആയിരിക്കും, പകൽ എന്തായിരിക്കും? ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ഡേ ആണെന്ന് പറഞ്ഞു. അതൊരു കണ്ടീഷൻ. ആ കണ്ടീഷൻ നമ്മളൊരു പേര് പറയാറുണ്ട്, ഒരു പ്രത്യേക ഒരു എഫക്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പേര് പറയാറുണ്ട്. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെന്താ പറയാ? നോർത്ത് ഇന്ത്യയിൽ വളരെ കൂളും കാമുമായിട്ടുള്ള നൈറ്റും ഹോട്ടും ഹ്യൂമിഡുമായിട്ടുള്ള ഡേയുമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം ഈ സെപ്റ്റംബർ വരെ മഴ പെയ്ത് തീർന്നിട്ട് ആ മഴ കാരണം അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ വെള്ളത്തിന്റെ അളവുണ്ടാവും. അതുപോലെ തന്നെ നിലത്തും മണ്ണും നനഞ്ഞു കിടക്കുകയായിരിക്കും. പയ്യെ എന്ത് ചെയ്യും? ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും? പകല് നല്ല സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് പകൽ എന്ത് ചെയ്യും? അങ്ങനെ ചൂടും ഹ്യൂമിഡുമായിട്ടുള്ള ഓപ്പോസിറ്റ് കണ്ടീഷൻ വരും. രാത്രി ആകുമ്പോൾ എന്ത് ചെയ്യും? ക്ലൗഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ ഹീറ്റ് വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുത്തി കൂളായിട്ടുള്ള ഒരു നൈറ്റ് ആയിരിക്കും. അതിനെയാണ് ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒക്ടോബർ ഹീറ്റ് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല ഒക്ടോബർ ഹീറ്റ് എന്ന്? ഒക്ടോബർ ഹീറ്റ്, ഈ ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുന്നത് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ സമയത്ത് നടക്കുന്ന, അതായത് നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നിന്ന് വിന്ററിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ്. അതാണ് ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ ഇഫ് യു ഹാവ് എ ഡൗട്ട് വെദർ ഇറ്റ് ഈസ് എ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓർ വിന്റർ എന്ന് തോന്നിയാൽ ഈ സ്റ്റേറ്റ്മെന്റ് വിൽ ക്ലാരിഫൈ യുവർ ഡൗട്ട്, ബിക്കോസ് ഇറ്റ് ഈസ് റെഫേർഡ് ടു ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓർ ഇറ്റ് ഈസ് റെഫേർഡ് ടു ദ ഒക്ടോബർ ഹീറ്റ് ആണ് ഈ റെഫർ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. സോ അപ്പോൾ അതിന്റെ ഉത്തരം നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്, ബി ആണ്. ഓക്കെ. ഇനി 24ാമത്, the following statement regarding the western disturbance. Western disturbance are the tropical cyclone originating over the Mediterranean Sea. ശരിയാണോ ഇത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? Wrong or right? ശരിയാണോ തെറ്റാണോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? Western disturbances are the tropical cyclone എന്നാണ് പറഞ്ഞിരിക്കുന്നത്. They are the extra tropical or the temperate cyclone. ശ്രദ്ധിക്കണം, അത് ടെമ്പറേറ്റ് സൈക്ലോൺ അഥവാ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ല എന്നുള്ള കാര്യം ഓർക്കുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. Then they found in the region between 60 degrees north to 30 degrees south. ഇല്ല, അവിടെ മുഴുവൻ വരുന്നില്ല. ഇറ്റ്സ് ഓൺലി ഫൗണ്ട് ഇൻ ദ ടെമ്പറേറ്റ് റീജിയൻസ്. ട്രോപ്പിക്കൽ റീജിയനിലേക്ക് ഇത് കാണാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഒരു 30 ഡിഗ്രി വരെയൊക്കെ വരത്തുള്ളൂ. ഇത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എർത്ത് എന്ന് വിചാരിച്ചാൽ ഇവിടെ നമ്മൾ ഇക്വേറ്റർ വരച്ചു, ഇത് 30 ഡിഗ്രി, ഇതാണ് എർത്ത് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത് എന്താ പറയാ, ഇത് 0 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ മുതൽ ഇവിടെ വരെ എൻറ്റയർ റീജിയണിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നതാണ്. ഇല്ല, ഈ ഭാഗത്തൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നില്ല. 30 to 60 രണ്ട് സൈഡിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ ശരിയായിരുന്നു. പക്ഷെ ഇത് ഒരു സ്ഥലത്ത് നോർത്തും മറ്റു സ്ഥലത്ത് സൗത്തും ആണ് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ബ്രിങ് വിന്റർ റെയിൻഫോൾ ഇൻ ഇന്ത്യ or winter rainfall to India. Bring winter rainfall to India. To ഇട്ടിട്ടില്ല അല്ലെ, to India. Rainfall in India or to India എന്നുള്ളത്. സോ അതിന്റെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ എസ്പെഷ്യലി നമ്മൾ പറയുന്ന പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, അതുപോലെ തന്നെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശിന്റെ ഭാഗത്ത്, ഡൽഹി വരെയുള്ള ഭാഗങ്ങളിൽ ഇത് മഴ പെയ്യിക്കാറ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് നോക്കണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ലാറ്റിറ്റ്യൂഡിന്റെ വാല്യൂ തിരിച്ചിടുക, ഈ ട്രോപ്പിക്കൽ ടെമ്പറേച്ചറിന് ട്രോപ്പിക്കൽ ഇങ്ങനെയുള്ളത് UPSC പല എക്സാമുകളിൽ അല്ലെങ്കിൽ UPSC സിവിൽ സർവീസിൽ തന്നെ നിങ്ങൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ 2015 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അത് ഇങ്ങനെയുള്ള ചെറിയ രീതിയിൽ തെറ്റിച്ചിരിക്കുന്നത് കാണാം. സോ അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് തന്നെ എപ്പോഴും ആൻസർ ചെയ്യാട്ടോ. നിങ്ങൾക്ക് അറിയാലോ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്താണെന്നൊക്കെ അറിയാലോ അല്ലെ. മെഡിറ്ററേനിയൻ സീയുടെ മുകളിൽ ഉണ്ടാവുന്നതാണ്, അവിടെ നിന്ന് പിന്നെ ഇന്ത്യയിലേക്ക് വരുന്നു, അവിടെ മഴ പെയ്യുന്നു, അതറിയാലോ അല്ലെ. സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ആണ് അതിനെ ഇങ്ങോട്ട് ഡയറക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാലോ അല്ലെ. അതിന് പറയാൻ നിൽക്കണ്ടല്ലോ, അറിയാവുന്ന കാര്യമല്ലേ, അറിയാവുന്നതാണോ അത്? വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഡീറ്റെയിൽ ആയിട്ട് അറിയാലോ അല്ലെ.
പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒന്നാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. സോ അത് പറയാം. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ സീക്ക് മുകളിൽ ഫോം ചെയ്യുന്ന എക്സ്ട്രാ ട്രോപ്പിക്കൽ അഥവാ ടെമ്പറേറ്റ് സൈക്ലോൺ ഡിഫറെന്റ് കോൺട്രാസ്റ്റിംഗ് എയർ മാസുകൾ കാരണം ഉണ്ടാവും. ദെൻ അവിടെ നിന്ന് മൂവ് ഉണ്ടായതിനു ശേഷം അതെന്ത് ചെയ്യും? അത് മൂവ് ചെയ്യും. എങ്ങോട്ട് മൂവ് ചെയ്യും? ടുവാർഡ്സ് വെസ്റ്റ്, വെസ്റ്റിലേക്ക്. കാരണം എന്താ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് വെസ്റ്റേർലി വിൻഡ് ബെൽറ്റ് സൗത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ വെസ്റ്റേർലി വിൻഡ് ബെൽറ്റിന് അകത്താണ് അത് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വെസ്റ്റേർലി വിൻഡ് ബെൽറ്റിനകത്ത് എംബഡഡ് ചെയ്തുകൊണ്ട് അത് ഇന്ത്യയിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഇന്ത്യയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒന്ന് വെസ്റ്റേർലി വിൻഡ് ബെൽറ്റ് ഉണ്ട്, രണ്ടാമത് അതിന് മുകളിൽ നിൽക്കുന്ന സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം. കാരണം ഈ വിന്റർ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഹിമാലയം നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ വരുന്ന സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന് മുകളിലൂടെയും ഒന്ന് ഹിമാലയത്തിന് ടിബറ്റിന് മുകളിലൂടെയും കടന്നു പോകുന്നു. അപ്പൊ ഇന്ത്യക്ക് മുകളിലായിട്ട് സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമിന്റെ സദേൺ ബ്രാഞ്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന ആ വിൻഡിനെ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ഡയറക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ അത് ഇങ്ങനെ മഴ പെയ്യുകയും ചെയ്യും. അത് വെസ്റ്റേർലി വിൻഡുകളിൽ എംബഡഡ് ചെയ്താണ് വരുന്നത്. അതുപോലെ തന്നെ അത് ഇന്ത്യയിലേക്ക് ഡയറക്ട് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമാണ്. അങ്ങനെ മെഡിറ്ററേനിയൻ സീയുടെ മുകളിലുണ്ടായ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പേർഷ്യൻ ഗൾഫിൽ നിന്നൊക്കെ വീണ്ടും വാട്ടർ അബ്സോർബ് ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറാൻ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴിയാണ് അത് ഇവിടെ എത്തുന്നത്, ഇന്ത്യയിലേക്ക് എത്തുന്നത്. Then, which of the following statement is incorrect regarding subtropical jet stream? The presence of Himalayas causes the bifurcation of subtropical jet stream. ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ, വിന്ററിൽ ഹിമാലയം കാരണം സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം എന്ത് ചെയ്യുന്നു? കാരണം നോക്കുകയാണെങ്കിൽ ഈ സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം എന്ത് വെച്ചാൽ ഈ വിന്റർ ആകുമ്പോൾ എന്ത് ചെയ്യും? എൻഡയർ പ്രഷർ ബെൽറ്റ് സൗത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ എൻഡയർ പ്രഷർ ബെൽറ്റ് സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമും ഷിഫ്റ്റ് ചെയ്യും. അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇവിടെ ഇങ്ങനെ ഹിമാലയവും ടിബറ്റും നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്ത് ഒന്ന് ഹിമാലയത്തിന്റെ സൗത്തും ഒന്ന് ഹിമാലയത്തിന്റെ നോർത്തേക്ക് കൂടെ പോകും. അത് ഹിമാലയത്തിന് അപ്പുറത്ത് വെച്ച് വീണ്ടും ജോയിൻ ചെയ്ത് ഒന്നായിട്ട് ഇങ്ങനെയാണ് എന്ത് പോകുന്നത്? ഈ പറയുന്ന സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം പോകുന്നത്. ഇനി ഈ പറയുന്നത് ഇത് എക്സിസ്റ്റ് ഓവർ ഇന്ത്യ ഓൺലി ഡ്യൂറിങ് വിന്റർ. വിന്ററിൽ മാത്രമല്ല, അത് തെറ്റാണ്. കാരണം നോക്കുകയാണെങ്കിൽ വിന്ററിൽ ഇന്ത്യക്ക് മുകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഈ സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് ഇവിടെ മൺസൂൺ വരുമ്പോഴാണ്. കാരണം ഈ സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ഇന്ത്യക്ക് മുകളിൽ നിന്ന് വിഡ്രോ ചെയ്യും. അത് വിഡ്രോ ചെയ്യുന്ന വെരി മൊമെന്റ് ഓർ വെരി നെക്സ്റ്റ് മൊമെന്റ് ദർ വിൽ എസ്റ്റാബ്ലിഷ് എ സബ്ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം. അതായത് ഈ സബ്ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം ഇന്ത്യയുടെ മുകളിൽ നിന്ന് വിഡ്രോ ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയുള്ള ടിബറ്റിന്റെ മുകളിൽ നിന്ന് ചൂടായ എയർ മുകളിലോട്ട് വരുന്നുണ്ട്. ആ എയർ ഇവിടെ എന്ത് ചെയ്യും? പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്പ്രെഡ് ചെയ്യുന്നതിനൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ് എന്ത് നിൽക്കുന്നത്? ഈ സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം നിൽക്കുന്നത്. ആ സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ നോർത്തിലോട്ട് മാറുന്ന സമയത്ത് ഈ ടിബറ്റിന്റെ മുകളിൽ നിൽക്കുന്ന ഭാഗത്ത് നിന്നുള്ള എയർ, ആ ആന്റി സൈക്ലോണിക് കണ്ടീഷൻ എയർ പുറത്തേക്ക് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആ സ്പ്രെഡ് ചെയ്യുന്ന എയറിന്റെ ഒരു ഭാഗമൊക്കെയാണ് എന്തായിട്ട് വരുന്നത്? സബ്ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ വരുന്ന എയറാണ്. സോ ടിബറ്റിന്റെ മുകളിൽ നിന്ന് വരുന്ന എയർ, ആ ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം ആണ് ഇന്ത്യയിൽ മൺസൂൺ മഴ പെയ്യിക്കുന്നത്, അല്ലെങ്കിൽ മഴ പെയ്യാനുള്ള തുടക്കം ഇടുന്നത് ആ ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം വരുമ്പോഴാണ്. സോ അപ്പൊ എന്ത് ചെയ്യുന്നു? ആ വിന്റർ അല്ല, അടുത്ത സമ്മർ വരെ ഇത് എവിടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത മൺസൂൺ വരെ ഇന്ത്യക്ക് മുകളിൽ അത് നിൽക്കുന്നുണ്ട് എന്നതാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇത് ഇൻഫ്ലുവൻസ് ദ ബേർസ്റ്റ് ഓഫ് മൺസൂൺ ഉണ്ട്. കാരണം ഇത് മാറിയതിനു ശേഷം മാത്രമാണ് അവിടെ ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുക. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴേ ബേർസ്റ്റ് ഓഫ് മൺസൂൺ ഉണ്ടാവും. പിന്നെ സബ്ട്രോപ്പിക്കൽ സ്ട്രീം ഡയറക്ട് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ടു ഇന്ത്യ. ഇതും ശരിയാണ്. നമ്മൾ കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. സോ അതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു റോങ്. Then which of the following is the major reason for the formation of Thar Desert? ഒന്ന് നോക്കുകയാണെങ്കിൽ ഷാഡോ സോൺ ഓർ ദ ഷാഡോ റീജിയൻ ഓഫ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡിന്റെ ഷാഡോ സോൺ ആണ് എന്നുള്ളത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലാൻഡിൽ നിന്ന് കടലിലോട്ട് വീശുന്ന കാറ്റാണ്. അവിടെ മഴ പെയ്യിക്കുന്നതല്ല നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഇനി മൂവ്മെന്റ് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അലൈൻ വിത്ത് ദി ഡയറക്ഷൻ ഓഫ് ആരവല്ലി. നമുക്ക് ആരവല്ലി മൗണ്ടൻ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെയാണ് ആരവല്ലി മൗണ്ടൻ നിൽക്കുന്നത്. ഇത് കണ്ടിട്ടാവും. ഇങ്ങനെയാണ് ആരവല്ലി മൗണ്ടൻ. ഈ ഡയറക്ഷൻ ഏതാണ്? ആരവല്ലിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇങ്ങനെയാണ് ആരവല്ലി നിൽക്കുന്നത്. സോ സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്കാണ് ആരവല്ലി മൗണ്ടൻ നിൽക്കുന്നത്. നമ്മുടെ സൗത്ത് മൺസൂൺ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റിൽ നിന്ന് വരുന്ന കാറ്റല്ലേ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞത്. അതിന്റെ ഡയറക്ഷൻ ഏതാണ്? ഇങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിലൂടെ ഒക്കെ കയറി വരുന്ന ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആരവല്ലിക്ക് പാരലൽ ആയിട്ടാണ് വരുന്നത്. ആരവല്ലിക്ക് ഇങ്ങനെ പാരലൽ ആയിട്ട് വരും. ഈ ആരവല്ലിക്ക് പാരലൽ ആയിട്ട് വരുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുമ്പോൾ എന്ത് ചെയ്യും? ആരവല്ലി മൗണ്ടൻ തടഞ്ഞു നിർത്തില്ല. ഈ കാറ്റ് വന്നിട്ട് മഴ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വിൻഡ് കാരണം ഉണ്ടാകുന്ന മഴ എന്ന് പറയുന്നത് ഓറോഗ്രാഫിക് റെയിൻഫോൾ, അതായത് ഇങ്ങനെ ഒരു വിൻഡ് വരുന്നു.
ഇവിടെ ഒരു മൗണ്ടൻ ഇതിനെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ എയർ ഫോഴ്സ്ഫുള്ളി മുകളിലോട്ട് വരും. അങ്ങനെ മുകളിലോട്ട് വരുന്ന എയർ എന്ത് ചെയ്യും? തണുക്കും. അതിനകത്തുള്ള വാട്ടർ അവിടെ മഴയായിട്ട് ഈ വിൻഡ് ആയിട്ട് നല്ല രീതിയിൽ മഴ കിട്ടും. ഇപ്പുറ സൈഡിൽ മഴ കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിനെ ഷാഡോ സോൺ എന്നൊക്കെ പറയും. ഷാഡോ റീജിയൻ, റെയിൻ ഷാഡോ റീജിയൻ എന്നൊക്കെയാണ് അതിന് പറയാം. ഷാഡോ റീജിയൻ, റെയിൻ ഷാഡോ റീജിയൻ. അപ്പൊ എയർ ഇങ്ങനെ മുകളിലോട്ട് വരുന്നു, ഇവിടെ തണുത്ത് ഇവിടെ മഴ പെയ്യുന്നു. നേരെ ഇപ്പുറത്തോട്ടും താഴുവാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ ചൂട് കൂടും, മഴ പെയ്യത്തുള്ളൂ. ആണ് റെയിൻ ഷാഡോ റീജിയൻ എന്നാണ് പറയുന്നത്. സോ അപ്പോ ഈ ആരവല്ലി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇതിനെ തടഞ്ഞു നിർത്തുന്നില്ല, മഴ പെയ്യിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? മഴ കിട്ടില്ല. പകരം ആരവല്ലി ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ, ഇങ്ങനെ വരുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ കാരണം ഈ ഭാഗത്ത് മഴ കിട്ടിയതിന് ഇവിടെ ഡെസേർട്ട് ഉണ്ടാകില്ലായിരുന്നു എന്നാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് അതിനകത്ത് കറക്റ്റ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കുകയാണെങ്കിൽ കൺസിഡർ ഫോളോയിങ് ക്ലൈമാറ്റിക് കണ്ടീഷൻ: വെസ്റ്റേർലി വിൻഡ്, ആന്റി സൈക്ലോണിക് കണ്ടീഷൻ, സ്ലോ വിൻഡ് മൂവ്മെന്റ്. Which of the above increases the pollution in Delhi during winter? ഡൽഹിയിൽ വിന്ററിൽ പൊല്യൂഷൻ കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ക്ലൈമാറ്റിക് കാരണം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ സണ്ണ് സൗത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാ പ്രഷർ ബെൽറ്റുകളും സൗത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ പ്രഷർ ബെൽറ്റുകളും സൗത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡൽഹി ഏതിൽ വരും? വെസ്റ്റേർലി വിൻഡിന്റെ ഇൻഫ്ലുവൻസിൽ വരും. വെസ്റ്റേർലി വിൻഡിന്റെ ഇൻഫ്ലുവൻസിലാണ്. ഇനി അപ്പോൾ ഈ സമയത്ത് ഡൽഹി നിൽക്കുന്ന എവിടെയാണ്? കോണ്ടിനെന്റിന്റെ ഇന്റീരിയറിലാണല്ലേ. കോണ്ടിനെന്റാലിറ്റി ഓഫ് ലൊക്കേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അത് കോണ്ടിനെന്റ് അകത്ത് വരുമ്പോൾ കടലിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകില്ല. അപ്പോൾ ആ ലാൻഡ് സമ്മറിൽ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് ചൂടാവും. വിന്ററിൽ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് തണുക്കും. അതുകൊണ്ട് ഈ കടലിൽ നിന്ന് ഒരുപാട് അകന്ന് നിൽക്കുന്ന ലാൻഡിന് സമ്മറിൽ എക്സ്ട്രീം ടെമ്പറേച്ചറും വിന്ററിൽ എക്സ്ട്രീം കോൾഡും അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെ ഡൽഹി ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് കൊണ്ട് ഡൽഹിയിൽ ഈ സമയത്ത് എന്തായിരിക്കും? ഈ എക്സ്ട്രീം കോൾഡിലേക്കുള്ള ഒരു അവസ്ഥ വരും. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? എയർ മുകളിലോട്ട് സബ്സൈഡ് ചെയ്യുന്ന അവിടെ ഹൈ പ്രഷർ വരും. ഒരു ആന്റി സൈക്ലോണിക് കണ്ടീഷൻ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അവിടെ എന്ത് വരും? ഒരു ആന്റി സൈക്ലോണിക് കണ്ടീഷൻ വരും. ഇനി നോക്കുവാണെങ്കിലോ വെസ്റ്റേർലി വിൻഡ്, അവിടെ വെസ്റ്റേർലി വിൻഡ് ആണ് നിൽക്കുന്നത്. ഈ വെസ്റ്റേർലി വിൻഡ് ഉണ്ടാവും. നിങ്ങൾ സ്റ്റബിൾ ബേണിംഗ് കേട്ടിട്ടില്ലേ? ഈ ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ ഇങ്ങനെ കത്തിക്കും. പഞ്ചാബും ഹരിയാനയൊക്കെ നിൽക്കുന്നത് എവിടെയാണ്? ഇവിടെയായിട്ടാണ്. ഇവിടെയാണ് ഡൽഹി നിൽക്കുന്നത്. അപ്പൊ ഇവിടെ കത്തിക്കുന്ന പഞ്ചാബും ഹരിയാനയിൽ വരുന്ന പുക എന്ത് ചെയ്യും? വെസ്റ്റേർലി വിൻഡ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡൽഹിയിൽ എത്തിക്കും. സോ അപ്പൊ എന്ത് ചെയ്യുന്നു? അതാണ് സ്റ്റബിൾ ബോണിന്റെ പ്രശ്നം. ഡൽഹിയിലേക്ക് പൊല്യൂഷൻ വരുന്നത് കാരണം ഇവിടെ നിന്ന് കത്തിക്കുന്ന സാധനം വെസ്റ്റേർലി വിൻഡ് ഇവിടെ എത്തിക്കും. ഇനി ഇതെന്ന് പറയുന്നത് ആന്റി സൈക്ലോണിക് കണ്ടീഷൻ ആണ്. വളരെ സ്ലോ ആയിട്ടുള്ള എയർ മൂവ്മെന്റ്. അപ്പൊ പൊല്യൂഷൻ ഉണ്ടായിരിക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റാണെങ്കിൽ എന്ത് ചെയ്യും? അത് അവിടെ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കും. ഇത് അങ്ങനെയല്ല, വളരെ സ്ലോ മൂവ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യും? ആ പൊല്യൂഷൻ അവിടെ തന്നെ കെട്ടി നിൽക്കും. സോ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡൽഹിയുടെ പൊല്യൂഷനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാം 28ാമത്തെ ചോദ്യം. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ട്രേഡ് വിൻഡ്സ്. ഞാൻ ഇത്ര അല്പം സ്പീഡിലാണോ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സ്പീഡ് കൂടുതലാണോ? മനസ്സിലാവുന്നുണ്ട് സാർ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. ഞാൻ ഇടയ്ക്ക് തോന്നിപ്പോ എനിക്ക് എന്ന് തോന്നി സ്പീഡ് കൂടുന്നുണ്ടോ. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ട്രേഡ് വിൻഡ്. ദേ ആർ ബ്ലോ ബിറ്റ്വീൻ 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത്. ശരിയാണല്ലേ? ശരിയാണ്. രണ്ട് ഹെമിസ്ഫിയറിലും ട്രേഡ് വിൻഡുകളുണ്ട്. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും. അപ്പൊ എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് വൺ? സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇൻ ഇന്ത്യ ഈസ് ദ നോർത്ത് എക്സ്റ്റൻഷൻ ഓഫ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇക്വേറ്റർ ആണ്. ഇതാണ് 30 ഡിഗ്രി നോർത്ത്, ഇത് 30 ഡിഗ്രി സൗത്ത്. സോ ഇങ്ങനെ വീശുന്ന ഇതാണ് ഏത്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്നത്. ദെൻ ഇങ്ങനെ വരുന്ന ഏതാണ്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, സദേൺ ഹെമിസ്ഫിയർ. ഈ ITCZ ലാണ് രണ്ടും കൂടെ കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് ആണെന്ന്. സണ്ണ് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ITCZ ഷിഫ്റ്റ് ചെയ്ത് വരും, ഇന്ത്യക്ക് മുകളിലെത്തും. അപ്പോ ഈ വരുന്ന വിൻഡിന് ITCZ എത്തിനും ഇക്വേറ്ററിനെ ക്രോസ് ചെയ്യണം. അങ്ങനെ ഇക്വേറ്ററിനെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കോറിയോളിസ് ഫോഴ്സ് ആണ് ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ റൈറ്റിലേക്ക് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ എന്താവും? സൗത്ത് വെസ്റ്റ് മൺസൂൺ ആവും. സോ അപ്പൊ ഏത് വിൻഡിന്റെ എക്സ്റ്റൻഷൻ ആണിത്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡിന്റെ എക്സ്റ്റൻഷൻ ആണ്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡിന്റെ എക്സ്റ്റൻഷൻ അല്ല. സോ അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ഉള്ളിയാണ്. സോറി, 1 ഉള്ളിയാണ്. എ ആണ്, 1 ഉള്ളിയാണ് ആൻസർ. ഓക്കെ, ഇനി which of the following statement is or are correct regarding Indian Ocean dipole? ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. സോ അപ്പൊ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇവിടെ ഇന്ത്യ നിൽക്കുന്നുണ്ടെന്ന് നിൽക്കുക. ഇവിടെ ഇങ്ങനെ ഇവിടെയായിട്ട് ഇന്തോനേഷ്യ കാര്യങ്ങൾ, ഇവിടെ ആഫ്രിക്ക, ഓക്കെ, ഇവിടെ ആയിട്ട് ഓസ്ട്രേലിയ നിൽക്കുക. സോ ഈ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത് എന്താ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനിൽ നോർമൽ കണ്ടീഷനേക്കാൾ ഉയർന്ന രീതിയിൽ സീ സർഫസ് ടെമ്പറേച്ചർ വന്നു എന്ന് വിചാരിക്കും. ഇന്തോനേഷ്യയുടെ അവിടെ നോർമൽ കണ്ടീഷനേക്കാൾ കൂടുതൽ തണുത്ത ഓഷ്യൻ കറണ്ട് ആണ് വരുന്നതെങ്കിൽ ഈ ഓഷ്യൻ വാട്ടർ ആണ്. അപ്പോൾ സീ സർഫസ് ടെമ്പറേച്ചർ ഇന്തോനേഷ്യക്ക് ചുറ്റും, അതായത് ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യക്ക് ചുറ്റും സീ സർഫസ് ടെമ്പറേച്ചർ നോർമൽ കണ്ടീഷനേക്കാളും കുറവാണ്.
വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനിൽ അറേബ്യൻ സൈഡ് അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഒക്കെ സൈഡിൽ നോർമൽ കണ്ടീഷനേക്കാൾ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോള് എന്ന് പറയും. അതിനെ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. ഇനി തിരിച്ച് ഈ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യന്റെ അവിടെ കോൾഡർ ആയിട്ടുള്ള കണ്ടീഷനാണ്, തണുപ്പാണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് പറയുന്നത്, നെഗറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നാണ്. ഈ പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചല്ലേ. പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറഞ്ഞാൽ വാമർ ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ അല്ല, കോൾഡർ ഇന്ത്യൻ ഓഷ്യൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. നെഗറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ റിസൾട്ട്സ് ഇൻ ഡ്രോട്ട് ഇൻ ഓസ്ട്രേലിയ അല്ല. നോക്കുകയാണെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയ പറഞ്ഞു, ഇവിടെ ഇത് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളിൽ ഇവിടെ എന്താണ്, ഈ ഭാഗത്ത് തണുത്ത ഓഷ്യൻ വാട്ടറാണ്. ഓഷ്യൻ വാട്ടർ ഇവിടെ തണുപ്പായിരിക്കും മതി. ഇവിടെയുള്ള എയറിന് എന്തായിരിക്കും, ആ എയർ അതിന്റെ മുകളിൽ നിൽക്കുന്ന എയറും തണുപ്പായിരിക്കും. എയർ എന്ത് ചെയ്യുക, താഴേക്ക് സബ്സൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എയർ ഇവിടെ നിന്ന് താഴേക്ക് സബ്സൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തേക്കാണ് കാറ്റ് പോകത്തുള്ളൂ. അപ്പൊ കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് പോകുന്ന അവസ്ഥയിലാണ് ഓസ്ട്രേലിയയിൽ. സോ ഓസ്ട്രേലിയ എന്ത് ചെയ്യില്ല, പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഓസ്ട്രേലിയയിൽ മഴ പെയ്യില്ല. ഓസ്ട്രേലിയ ഡൗട്ട് ആയിരിക്കും, ഡ്രൗട്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് ബുഷ് ഫയർ ഒക്കെ ഉണ്ടായപ്പോൾ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ വന്നത്. പക്ഷെ പകരം ഇതാ ഇവിടെ എന്താ അവസ്ഥ, ഇവിടെ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ വരുമ്പോൾ ചൂടാണ്, അതിന് മുകളിൽ നിൽക്കുന്ന എയർ ചൂടാവും, എയർ മുകളിലോട്ട് വരും, വലുതായിട്ട് മഴ പെയ്യും. അപ്പൊ ഇന്ത്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും ഒക്കെ ഫ്ലഡ് അല്ലെങ്കിൽ ഹെവി റെയിൻഫോൾ ഉണ്ടാക്കും പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. അപ്പൊ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് നോക്കിയാൽ. Which of the following statement regarding rainfall pattern in India is correct? Rainfall availability is maximum at the places where rainfall availability is minimum. അത് നമുക്ക് നോക്കാം. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ is the only region in India where tropical evergreen forest can be found. എവിടെയാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്നത്? മിനിമം 200 സെന്റിമീറ്ററിന് മുകളിൽ ആവറേജ് ആനുവൽ റെയിൻഫോൾ കിട്ടും. കേരളത്തിന്റെ അവസ്ഥ അതല്ലേ. സോ വെസ്റ്റേൺ ഗട്ട്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, എവർഗ്രീൻ ഫോറസ്റ്റുകൾ കാണാൻ പറ്റും. സോ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. Entire Indian mainland receives 80% of its rainfall from southwest monsoon. What about Tamil Nadu coast? തമിഴ്നാട് കോസ്റ്റിൽ മഴ കിട്ടുന്നത് ഏത് സമയത്താണ്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ വിന്റർ റെയിൻഫോൾ എന്ന് പറയുന്ന സമയത്താണ് കിട്ടുന്നത്. കാരണം ഈ സമയത്ത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ തമിഴ്നാട് കോസ്റ്റിന്റെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെസ്റ്റേൺ ഗട്ട്സ് നിൽക്കുവാണ്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന അറേബ്യൻ സീ ബ്രാഞ്ച് ഓഫ് മൺസൂണിന്റെ റെയിൻ ഷാഡോ റീജിയനിലാണ് തമിഴ്നാട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റിന് പാരലായിട്ടുമാണ് വീശുന്നത്. സോ പിന്നെ തമിഴ്നാട്ടിൽ ആ സമയത്ത് മഴ പെയ്യുന്നില്ല. അപ്പൊ തമിഴ്നാട്ടിൽ പ്രധാനമായിട്ടും മഴ കിട്ടുന്ന ഒന്നെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ സമയത്താണ്. സോ അപ്പൊ എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എൻറ്റയർ മെയിൻലാൻഡ് എന്ന് പറയാൻ പറ്റില്ല. പ്രീ മൺസൂൺ റെയിൻഫോൾ ഈസ് ഓഫ് ഓറോഗ്രാഫിക് ഒറിജിൻ. ഞാൻ പറഞ്ഞു ഓറോഗ്രാഫിക് എന്ന് പറയുന്നത് എന്താണ്, വരുന്ന കാറ്റിനെ ഇങ്ങനെ മൗണ്ടൻ തടഞ്ഞു നിർത്തി. അത് ഏതാണ്? മൺസൂൺ ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ്. പ്രീ മൺസൂൺ റെയിൻഫോൾ ഞാൻ പറഞ്ഞു കൺവെക്ഷണൽ റെയിൻഫോൾ ആണ്, തണ്ടർ സ്റ്റോം ആണ് എന്ന് പറയും അല്ലെ. കൺവെക്ഷണൽ റെയിൻഫോൾ ആണ്, കൺവെക്ഷണൽ ആണ്. സോ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ഇപ്പൊ എന്താണ് വേരിയബിലിറ്റി എന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് കിട്ടുന്ന മഴയുടെ അളവ് രണ്ട് രീതിയിൽ വേരിയബിലിറ്റി ഉണ്ട്. ഒരു സ്ഥലത്ത് കിട്ടുന്ന മഴയുടെ അളവിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാകും. ഇനി മഴ കിട്ടുന്ന സമയത്തിലും വ്യത്യാസം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഇപ്പൊ കേരളം പോലെ കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലത്ത് ഈ വേരിയബിലിറ്റി വളരെ കുറവായിരിക്കും. നമുക്ക് കിട്ടുന്നതിന് ഒരു 10-20 സെന്റിമീറ്റർ മഴ കുറയുന്നു, അല്ലെങ്കിൽ 2-3 ദിവസം മാറി വലിയ പ്രശ്നം. പക്ഷെ രാജസ്ഥാൻ പോലുള്ള മഴ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ ഇത് വേരിയേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അവർക്ക് കിട്ടുന്ന മഴയുടെ വലിയൊരു പെർസെന്റേജ് വേരിയബിൾ ഉണ്ടാവും. അത് കിട്ടുന്ന അളവിലും വരുന്ന ഡേറ്റ്. സോ നിങ്ങൾ ഇന്ത്യയുടെ ഈ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റെയിൻഫോൾ പാറ്റേണിന്റെ മാപ്പ് നോക്കി കാണാൻ പറ്റും. റെയിൻഫോൾ ഏറ്റവും കുറവ് കിട്ടുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വേരിയബിലിറ്റി ഉണ്ടാവുന്നത്, ഏറ്റവും സസെപ്റ്റബിൾ ആയിട്ടുള്ള റീജിയൻ അതാണ്. സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അതിനകത്ത് കറക്റ്റ് ആയിട്ട്. Then, which of the following is the reason for the formation of Mediterranean climate? എന്തുകൊണ്ടാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഉണ്ടാകാനുള്ള കാരണമെന്ന്. സോ ആൻസർ കാണാൻ പറ്റിയതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ പറയാം. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ എർത്ത് എന്ത് ചെയ്യുന്നു, സൂര്യനുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തോന്നും, മൂവ്മെന്റ് ഓഫ് സൺ എന്ന് നോക്കുക. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ ഉണ്ടെന്ന് തോന്നും. അങ്ങനെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സണ്ണ് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ ഉണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ നോക്കിയാൽ എന്ത് സംഭവിക്കും? അപ്പൊ അത് നോക്കുമ്പോൾ എന്റെ പ്രഷർ ബെൽറ്റുകൾ നോർത്തിലോട്ടും സൗത്തിലോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രഷർ ബെൽറ്റുകൾ നോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സമ്മർ സീസണിൽ ഈ മെഡിറ്ററേനിയൻ സീയുടെ കോസ്റ്റ് അല്ലെങ്കിൽ 30 മുതൽ 45 ഡിഗ്രി വരെ വരുന്ന ഒരു കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിൻഡ് എന്ന് പറയുന്നത് ആ സമയത്ത് ഇങ്ങനെയായിരിക്കും. കരയിൽ നിന്ന് കടലിലേക്ക്, അതായത് ഈസ്റ്റേർലി വിൻഡിന്റെ ഇൻഫ്ലുവൻസിലേക്ക്. സോ സമ്മറിൽ അവർക്ക് എന്ത് ചെയ്യില്ല, മഴ കിട്ടില്ല. പക്ഷെ തിരിച്ച് വിന്റർ ആകുമ്പോൾ എന്ത് ചെയ്യും, താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് സൗത്തിലോട്ട് ഇത് പോകുന്നത് മെഡിറ്ററേനിയൻ സീക്ക് ചുറ്റുമുള്ള ഭാഗത്ത് അവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ 30 മുതൽ 45 ഡിഗ്രി വരെ വരുന്ന ആ ഭാഗത്ത് വരുന്നത് വെസ്റ്റേർലി വിൻഡ് ആണ്. ഈ വെസ്റ്റേർലി വിൻഡ് എന്താണ്, കടലിൽ നിന്ന് കരയിലേക്കാണ് ആ സമയത്ത് വീശുന്നത്. സോ അന്നേരം എന്ത് ചെയ്യും, വിന്ററിൽ അവിടെ ഒരു മഴ കിട്ടും. അതുകൊണ്ട് വെറ്റ് ആൻഡ് കൂൾ വിന്ററും അതുപോലെ തന്നെ
ഡ്രൈ ആൻഡ് വാം സമ്മറും അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ വേൾഡിലെ പല പ്രധാനപ്പെട്ട റിസോർട്ട് ഡെസ്റ്റിനേഷനും ഒക്കെ അവിടെയാണ്. ഈ മെഡിറ്ററേനിയൻ സീക്ക് ചുറ്റും മാത്രമല്ല ഇത് കാണുന്നത്, 30 to 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വരുന്ന എല്ലാ കോണ്ടിനെന്റിലെ വെസ്റ്റേൺ മാർജിൻസും നമുക്ക് കാണാം. കാലിഫോർണിയയിൽ നമുക്ക് കാണാം, താഴെ ചിലിയിൽ കാണാം, സൗത്ത് അമേരിക്കയിൽ, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ കാണാൻ പറ്റും. നമുക്ക് മെഡിറ്ററേനിയൻ സീക്ക് ചുറ്റും ആഫ്രിക്കയിലും യൂറോപ്പിലുമായിട്ട് കാണാൻ പറ്റും. ദെൻ നമുക്ക് ഓസ്ട്രേലിയയിൽ കാണാം. ഇവിടെ എല്ലായിടത്തും എന്ത് കാണാൻ പറ്റും? ഇങ്ങനെയുള്ള മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് കാണാൻ കഴിയും. Consider the following statement regarding equatorial climate. This region experiences a short dry period of 3 months during winter. എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ്? There is no such distinctive dry phase. എന്നും അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ഇയർ ഓൾമോസ്റ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് എന്ത് ചെയ്യും? മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. The convectional rainfall is the major type of rainfall. ആണ് നമ്മൾ പറഞ്ഞ തണ്ടർ സ്റ്റോം എന്ന് പറഞ്ഞാൽ ഇടിവെട്ടിയുള്ള മഴ, അതാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം രാവിലെ തൊട്ട് നല്ല രീതിയിലുള്ള സൺലൈറ്റ് ആണ് ഇക്വറ്റോറിയൽ റീജിയൻ കിട്ടുന്നത്. വെർട്ടിക്കൽ സൺലൈറ്റ്. അപ്പൊ എന്ത് ചെയ്യും? എയർ ചൂടാവും, മുകളിലോട്ട് വരും. അതിനകത്തുള്ള വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും, ക്ലൗഡ് ഉണ്ടാവും, ക്യുമുലോനിമ്പസ് ക്ലൗഡുകൾ. ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് മഴ പെയ്യും. ഒരു 3 o'clock ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ ഇടിവെട്ടിയുള്ള ഒരു മഴ. അതുകൊണ്ട് തന്നെ ഈവനിങ് റെയിൻഫോൾ എന്നൊക്കെ പറയും. അപ്പോ അല്ലെ ആഫ്റ്റർനൂൺ റെയിൻഫോൾ എന്ന് പറയും. ഇടിവെട്ടി പെയ്യുന്ന ഒരു മഴ. ഇറ്റ്സ് ലാസ്റ്റ് ഫോർ 1.5 hours അല്ലെങ്കിൽ മാക്സിമം 2 hours വരെയൊക്കെ നീണ്ടും. വളരെ ഒരു ഹെവി ഡൗൺ പോർ ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഇക്വറ്റോറിയൽ റീജിയനിൽ ഉണ്ടാകുന്ന കൺവെക്ഷണൽ റെയിൻഫോൾ. അതാണ് പ്രീ മൺസൂൺ റെയിൻഫോൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആ രീതി തന്നെയാണ്. കാരണം ഹീറ്റ് എനർജി കാരണം ഉണ്ടാകും. ഇനി ലാർജ് നമ്പർ ഓഫ് സൈക്ലോൺസ് ആർ ഫോംഡ് അലോങ് ദി ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ അവിടെ എന്തുണ്ടാവത്തില്ല? സൈക്ലോൺസ് ഉണ്ടാകില്ല. കാരണം എന്താണ്? കോറിയോളിസ് ഫോഴ്സ് നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ 0 ആണ്. അതുകൊണ്ട് ഈ പറയുന്ന ഇക്വേറ്ററിന്റെ അവിടെ സൈക്ലോൺസ് ഫോം ചെയ്യുന്നില്ല. സോ 2 only എന്ന് പറയുന്നതാണ് അതിന്റെ ആൻസർ. ബി ആണ് ആൻസർ. ഇത് നോക്കുകയാണെങ്കിൽ എ റീജിയൻ, അടുത്തത് a region consists of distinctive dry and wet season with average annual rainfall of around 75 centimeter. The region experiencing hot climate faces the threat of forest fire, restrict the growth of natural vegetation here. Being a ecotone, this region experiencing great biodiversity. ഇത് ഏതിനെ പറ്റിയാണ് പറയുന്നത്? ഏത് റീജിയനെ പറ്റിയാണ് ഇത് പറയുന്നത്? ഓബിയസ്ലി 75 സെന്റിമീറ്റർ മഴ കിട്ടിയപ്പോഴേ ഡെസേർട്ട് അല്ല. മൺസൂൺ ആകുമ്പോഴും 100-125 സെന്റിമീറ്റർ മുകളിൽ കിട്ടും. അപ്പൊ അതുമല്ല. പിന്നെ ഉള്ളത് സാവന്നയും സ്റ്റെപ്പിയുമാണ്. ഓൾറെഡി റെയിൻഫോൾ നോക്കിയാൽ തന്നെ മാറി. കാരണം സ്റ്റെപ്പി എന്ന് പറയുന്നത് 50 സെന്റിമീറ്ററോളം മാത്രമേ മഴ കിട്ടുന്നുള്ളൂ. സാവന്നയാണ് 75 to 125 സെന്റിമീറ്റർ വരെയൊക്കെ മഴ കിട്ടുന്ന കേസ്. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഫോറസ്റ്റ് ഫയർ 2 സ്ഥലത്തും വരാം. ദെൻ ഇത് നോക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ് ആയുള്ള ഡ്രൈ ആൻഡ് വെറ്റ് സീസൺ ഉണ്ട് 2 സ്ഥലത്തും. അതുകൊണ്ട് ഹോട്ട് ക്ലൈമറ്റ്, എക്സ്പീരിയൻസിങ് ഹോട്ട് ക്ലൈമറ്റ്. സ്റ്റെപ്പിയിൽ എന്താണ്? സ്റ്റെപ്പിയിൽ എക്സ്ട്രീം ആണ്. ഹോട്ട് വരും, അതുപോലെ തന്നെ വിന്റർ ആവും. എന്ത് സംഭവിക്കും? അവിടെ കോൾഡ് കണ്ടീഷൻ, ഈവൻ സംടൈംസ് സ്നോഫോൾ വരെയുള്ള കണ്ടീഷൻസ് വരെ എക്സ്പീരിയൻസ് ചെയ്യപ്പെടാൻ പറ്റും. സോ അപ്പോൾ അതുകൊണ്ട് 2 എക്സ്ട്രീം ക്ലൈമറ്റ്. ഹോട്ട് മാത്രമല്ല സ്റ്റെപ്പി എന്ന് പറയുന്നത്. സാവന്ന പക്ഷേ ഇറ്റ്സ് ഓൺലി ഹോട്ട് മാത്രമാണ്. കാരണം അതിന്റെ ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി അല്ലെങ്കിൽ 15 ഡിഗ്രിക്കൊന്നും താഴോട്ട് ഒരിക്കലും പോകില്ല. അപ്പൊ ഹോട്ട് ക്ലൈമറ്റ് മാത്രമാണ്. സോ അതിന്റെ ആൻസർ അപ്പൊ സി ആണ്, സാവന്ന ക്ലൈമറ്റ് ആണ്. 34. Which of the following statement regarding air mass is or are correct? Air mass are formed over the land only. ഓൺലി വരുമ്പോൾ തന്നെ ഒരു പരിധി വരെയുള്ള കുറച്ചൊക്കെ തെറ്റാണെന്ന് നമുക്കറിയാം. പക്ഷെ എല്ലാം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിനകത്ത് തന്നെ സ്റ്റേറ്റ്മെന്റുകളുണ്ട് ഉള്ളി ഉള്ളത് കറക്റ്റ് ആയിട്ട്. സോ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം തെറ്റാണ്. ഓഷ്യന്റെ മുകളിലും എന്തുണ്ടാകുന്നുണ്ട്? ഈ രീതിയിലുള്ള കോൾഡ് എയർ മാസ്. നിങ്ങൾ നോക്കിയാൽ എയർ മാസസ്, നിങ്ങൾ എയർ മാസ് വായിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് NCERT ടെക്സ്റ്റിലെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. NCERT ഉണ്ടോ? അത് ഓർക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഈ ഓഷ്യനകത്ത് നോക്കുകയാണെങ്കിൽ പലതരം എയർ മാസ് ഉണ്ട്. അതിലൊന്നാണ് മാരി ടൈം എയർ മാസ്, കോണ്ടിനെന്റൽ എയർ മാസ് എന്നൊക്കെ പറയുന്നത്. സോ ആ മാരി ടൈം എയർ മാസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഓഷ്യന്റെ മുകളിൽ ഉണ്ടാവുന്നല്ലേ. സോ അപ്പൊ അതുകൊണ്ട് എന്താണ്? ഓഷ്യന്റെ മുകളിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്കറിയാം. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എയർ മാസ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒന്നാണ് കോണ്ടിനെന്റൽ എയർ മാസും മാരി ടൈം എയർ മാസും. ദെൻ എയർ മാസസ് ചേഞ്ചസ് ദ വെദർ ഓഫ് ദ വിസിറ്റിംഗ് റീജിയൻ. ഉറപ്പല്ലേ? വളരെ തണുപ്പുള്ള ഒരു എയർ മാസ്, വളരെ തണുത്ത ഒരു എയർ മാസ് ഒരു സ്ഥലത്തേക്ക് വരുവാന്ന് വിചാരിക്കാം. ആ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു കോൾഡ് വേവ് കണ്ടീഷൻ അത് ക്രിയേറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്യും? ഒരു ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അത് വരുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് മാറുന്നതിനോട് മാത്രം, വരുന്ന സ്ഥലത്ത് ചൂട് കൂടുതലാണ് ഈ എയർ മാസിന്റെ ടെമ്പറേച്ചർ പയ്യെ കുറയാൻ പോകും. കാരണം സോറി അങ്ങനെയല്ല. ഇപ്പൊ വളരെ തണുത്തൊരു എയർ മാസ് ഒരു സ്ഥലത്തേക്ക് വരുവാണ്. ആ വരുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? എയർ മാസ് കുറയും. ആ വരുന്ന സ്ഥലത്ത് അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പൊ ഈ എയർ മാസിന്റെ ടെമ്പറേച്ചർ പയ്യെ കൂടാനായിട്ട് ശ്രമിക്കും. അതായത് എയർ മാസ് വരുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്ലൈമറ്റ് മാറ്റുക മാത്രമല്ല, ക്ലൈമറ്റ് അല്ല വെതർ മാറ്റുക മാത്രമല്ല, ഇതിന്റെ സ്വയം വെതർ കണ്ടീഷൻസിൽ അത് എഫക്ട് ആവുകയും ചെയ്യും, സ്വയം ചേഞ്ച് ആവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അവിടെ വരുന്നത്. ഓക്കെ.
Then no air masses are visiting India since the Himalayas blocking the air masses from the north. അത് ശരിയാണോ? ഇന്ത്യയിലേക്ക് എയർ മാസ് വരുന്നുണ്ട്, പക്ഷെ the majority of air masses are blocked by Himalayas, but there are some air masses which are penetrating or infiltrating in India through the northwestern region of India. Northwestern regionിലൂടെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് എയർ മാസുകൾ പെനെട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് റോങ് ആണെന്ന് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പൊ അതിന്റെ ആൻസർ 2 only ആണ്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 2 only ആണ് അതിന്റെ ആൻസർ. Then ട്രോപ്പിക്കൽ സൈക്ലോണുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ITCZ have favorable condition for cyclone formation. They are formed only over the ocean. ആണോ? ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അവിടെ എന്താണ് only വന്നിട്ടുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ITCZ has favorable condition for cyclone formation? ശരിക്കും പറഞ്ഞാൽ ITCZ വരുന്ന സ്ഥലങ്ങളിൽ സൈക്ലോൺ ഉണ്ടാവും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലരും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് എടുക്കും. കാരണം എന്താണ്, ഈ ITCZ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയൻ ആണ്. ഈ ITCZ എന്ന് പറയുന്ന സാധനം ഇക്വറ്റോറിയൽ ലോ പ്രഷറിന്റെ മുകളിൽ മാത്രമല്ല, സണ്ണ് ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ITCZ എന്ത് ചെയ്യുന്നുണ്ട്, നോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, സൗത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ITCZ ഇന്ത്യക്ക് മുകളിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇന്ത്യ നിൽക്കുന്ന സമയത്ത് ITCZ നിൽക്കുമ്പോൾ ഈ ബേ ഓഫ് ബംഗാളിലും ITCZ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ബേ ഓഫ് ബംഗാളിൽ സൈക്ലോൺ ഫോർമേഷൻ ഉള്ള ഫേവറബിൾ കണ്ടീഷൻ ആണ്. ITCZ ഒരു ഓഷ്യൻ ബോഡിക്ക് മുകളിൽ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും, സൈക്ലോൺ ഫോം ചെയ്യാൻ പറ്റുന്ന ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. കാരണം രണ്ട് സൈഡിൽ നിന്ന് കൂടെ എയർ വന്ന് കൺവേർട്ട് ചെയ്ത് മുകളിലോട്ട് വരുന്ന ലോ പ്രഷർ കണ്ടീഷൻ ആണ്. പക്ഷെ അതൊരു ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ലോ പ്രഷർ ആണ്. പക്ഷെ എന്താ പ്രശ്നം, ഇക്വേറ്ററിനോട് ചേർന്നാണ് ITCZ നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യില്ല, കാരണം അവിടെ കൊറിയോളിയസ് ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് അത് നടക്കുന്നത്. സോ അതാണ് അവിടെ വരുന്ന കാര്യം. അപ്പൊ അതിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ITCZ എന്ന് പറയുന്നത് എന്താണ്, സൈക്ലോൺ ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സൗത്ത് വെസ്റ്റേൺ പസഫിക് ഓഷ്യന്റെ അവിടെ ട്രോപ്പിക്കൽ റീജിയനിൽ സദേൺ പസഫിക് ഓഷ്യന്റെ വെസ്റ്റേൺ കോസ്റ്റ് അവിടെ സൈക്ലോൺസ് കാര്യമായിട്ട് ഉണ്ടാവുന്നില്ല. അവിടെ സൈക്ലോൺസ് കാര്യമായിട്ട് ഉണ്ടാവാത്തതിന്റെ കാരണം അവിടെ ITCZ മര്യാദയ്ക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു UPSCയുടെ. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2015 or 16 ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. എന്തുകൊണ്ട് അവിടെ, അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ പലരും ആൻസർ ചെയ്തില്ല. കാരണം എന്താ, ITCZ ഉള്ളിടത്ത് സൈക്ലോൺ ഉണ്ടാവത്തില്ല, കാരണം ITCZ എന്ന് പറയുന്നത് ഇക്വേറ്ററിന്റെ അവിടെ അല്ലേ എന്നുള്ള ചിന്ത പോകും. പക്ഷെ ITCZ ഇക്വേറ്ററിന്റെ അവിടെ അല്ല, അത് ഷിഫ്റ്റ് ചെയ്യും. ഇക്വേറ്ററിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് മാത്രമേ അവിടെ സൈക്ലോൺ ഉണ്ടാവാതിരിക്കും. Then അടുത്ത, which of the following statement regarding ocean salinity is correct? Landlocked seas always have more salinity than open ocean. സോറി, ഇതിന്റെ ആൻസർ എ അല്ല ബി ആണ്. ഞാൻ ആൻസർ മാറ്റി തരാം. ബി ആണ്. Coastal region has salinity different than open ocean of the same latitude. Equatorial region has maximum salinity in open ocean. Equatorial region അല്ല maximum salinity വരുന്നത്. maximum salinity വരുന്നത് എവിടെയാണ്, ട്രോപ്പിക്കൽ റീജിയനിലാണ് മാക്സിമം സലൈനിറ്റി വരിക. ട്രോപ്പിക്കൽ റീജിയനിലാണ് എന്ത് വരുന്നത്, മാക്സിമം സലൈനിറ്റി. കാരണം അവിടെ ഇവാപറേഷൻ കൂടുതലാണ്. ഒന്ന് ഇവാപറേഷൻ കൂടുതലാണ്, ക്ലൗഡ് ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ ക്ലൗഡി ആയതുകൊണ്ട് ഇവാപറേഷൻ കുറവാണ് ഇക്വറ്റോറിയൽ റീജിയൻ. രണ്ടാമത് ഇക്വറ്റോറിയൽ റീജിയനിൽ മഴ കൂടുതലാണ്, ഫ്രഷ് വാട്ടർ കൂടുതൽ അഡീഷൻ നടക്കും. അതുകൊണ്ട് ഇക്വറ്റോറിയൽ റീജിയനിൽ അല്ല മാക്സിമം സലൈനിറ്റി വരുന്നത്, ട്രോപ്പിക്കൽ. കാരണം അവിടെ മഴ കുറവാണ്, ഇവാപറേഷൻ കൂടുതലാണ്. ലാൻഡ് ലോക്ഡ് സീ ഹാസ് യൂണിഫോം സലൈനിറ്റി അല്ല. ലാൻഡ് ലോക്ഡ് സീ ആണെങ്കിൽ പോലും ഡിഫറെന്റ് സലൈനിറ്റി. ഇപ്പൊ നിങ്ങൾ ബ്ലാക്ക് സീയോ അല്ലെങ്കിൽ അവിടെ കാസ്പിയൻ സീ ആണ് എടുത്തു കഴിഞ്ഞാൽ, ഒരു റിവർ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിവർ വന്ന് ജോയിൻ ചെയ്യുന്ന മൗത്ത് വരുന്ന ഭാഗത്ത് ഫ്രഷ് വാട്ടർ കൂടുതലായിരിക്കും. അവിടെ എന്തായിരിക്കും, സലൈനിറ്റി കുറവായിരിക്കും. ബാക്കിയുള്ളവർക്ക് സലൈനിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ യൂണിഫോം സലൈനിറ്റി അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ലാൻഡ് ലോക്ഡ് സീക്ക് എപ്പോഴും സലൈനിറ്റി കുറവായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ചില ലാൻഡ് ലോക്ഡ് സീ സലൈനിറ്റി കൂടുതലുള്ളതുണ്ട്, ചിലത് സലൈനിറ്റി കുറവുള്ള ലാൻഡ് ലോക്ഡ് സീ. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദാറ്റ് ഏരിയ. ആ അവിടുത്തെ ചൂട്, അവിടെ നിന്നുള്ള അതിലേക്ക് വന്ന് റിവർ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടോ, ഇനി അതിൽ നിന്ന് റിവർ പുറത്തേക്ക് വാട്ടർ കൊണ്ടുപോകുന്നുണ്ടോ, അവിടെ ഇവാപറേഷൻ ചൂട്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് മാറി മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് പറയാം. ഇതില് ഈ രണ്ടാമത്തെ ബി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കോസ്റ്റൽ റീജിയൻ ഹാസ് സലൈനിറ്റി ഡിഫറെന്റ് ദാൻ ഓപ്പൺ ഓഷൻ ഓഫ് ദ സെയിം ലാൻഡ്. കാരണം കോസ്റ്റൽ റീജിയനിൽ വരുമ്പോൾ ലാൻഡുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, ഇവാപറേഷന്റെ ചാൻസസ് കൂടും. അതുപോലെ തന്നെ ലാൻഡിൽ നിന്നുള്ള റിവറുകൾ കൂടുതൽ വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ കോസ്റ്റൽ റീജിയനിൽ സലൈനിറ്റി ഓപ്പൺ ഓഷനേക്കാൾ ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന് ലാൻഡുമായി കോണ്ടാക്ട് വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. രണ്ടാമത് അവിടെ ഓഷ്യൻ ഒന്നെങ്കിൽ റിവറുകൾ വന്ന് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ മെൽറ്റ് വാട്ടർ വരാം. അതുകൊണ്ട് എന്ത് സംഭവിക്കും, അത് ഡിഫറൻസ്. സോ ബി ആണ് ആൻസർ കേട്ടോ, എ അല്ല. സൗത്ത് ചൈന സീയിൽ വരുന്ന ഐലൻഡുകൾ ഏതൊക്കെയാണ്? പരാസൽ ഐലൻഡ്, സ്ട്രാഡ്ലി ഐലൻഡ്, സ്കാർബറോ ഷോർ. ഇതിൽ ഏതൊക്കെയാണ്?
മൂന്നും സൗത്ത് ചൈന സീയിൽ വരുന്ന ഐലൻഡുകളാണ്. ഈ മൂന്നും ചൈനയും നൈബറിംഗ് കൺട്രീസുമായിട്ട് കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്നതാണ്. ചൈനയും നൈബറിംഗ് കൺട്രീസും കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്നതാണ് ഈ പറയുന്ന 3 ഐലൻഡ് ഗ്രൂപ്പുകൾ. പരാസൽ ഐലൻഡ്, സ്പ്രാറ്റ്ലി ഐലൻഡ്, സ്കാർബറോ ഷോൾ എന്ന് പറയുന്നത് മൂന്നും ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഡി ആണ്. ഇനി കൺസിഡർ ഫോളോയിങ്: ഡിസ്റ്റൻസ് ഫ്രം സീ, ലൊക്കേഷൻ ഓഫ് കോണ്ടിനെന്റൽ ഇന്റീരിയർ, വെർട്ടിക്കൽ സൺലൈറ്റ്. ഇതിൽ ഏതൊക്കെയാണ്, അതായത് വിച്ച് ഓഫ് ദ എബോവ് ഫാക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ നോ ഡിസ്റ്റിങ് സിവിയർ നോ ഡിസ്റ്റിങ് സിവിയർ വിന്റർ എന്നുണ്ട്. സിവിയർ വിന്റർ ഇൻ സൗത്ത് ഇന്ത്യ. സോറി, ഞാൻ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റിനകത്ത് സിവിയർ വിന്റർ എന്നുണ്ടായിരുന്നില്ലായിരിക്കും അല്ലെ? ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നോ സിവിയർ വിന്റർ എന്നുള്ളത്? ശ്രദ്ധിച്ചില്ല, അത് ടൈപ്പ് ചെയ്തപ്പോ എന്തോ ടൈപ്പിംഗ് എററിൽ വന്ന് പോയതാണ്. ഉണ്ടായിരുന്നില്ല അല്ലെ? എന്തുകൊണ്ടാണ്? സിവിയർ വിന്റർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, വിന്റർ എന്നുള്ള വേർഡ് തന്നെ തോന്നുന്നില്ല. സോറി കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. 2-3 മിസ്റ്റേക്ക് ആയി. അടുത്ത പ്രാവശ്യം ആൻസർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഒരു പ്രാവശ്യം ചെക്ക് ചെയ്താണ്, പക്ഷെ അന്നേരം ശ്രദ്ധിച്ചില്ല അത് പിന്നീട്. ഓക്കെ, ഒന്ന് ഡിസ്റ്റൻസ് ഫ്രം സീ അല്ലെ, ഒന്ന് ഡിസ്റ്റൻസ് ഫ്രം സീ, രണ്ട് ലൊക്കേഷൻ ഓഫ് കോണ്ടിനെന്റൽ ഇന്റീരിയർ, ദെൻ വെർട്ടിക്കൽ സൺലൈറ്റ്. ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സൗത്ത് ഇന്ത്യയിൽ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം സീ, കടലിനോട് അടുത്താണ് എടുക്കുന്നത് സൗത്ത് ഇന്ത്യ റീജിയൻ, അതുകൊണ്ട് എന്തില്ല സിവിയർ വിന്റർ വരുന്നില്ല എന്നുള്ളത് ശരിയാണ്. ലൊക്കേഷൻ ഓഫ് കോണ്ടിനെന്റൽ ഇന്റീരിയർ, കോണ്ടിനെന്റൽ ഇന്റീരിയറിൽ ഒരുപാട് ഇന്റീരിയറിൽ അല്ല സൗത്ത് ഇന്ത്യ മൊത്തം നിൽക്കുന്നത്. നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോഴാണ് അങ്ങനെ കോണ്ടിനെന്റാലിറ്റി ഓഫ് ലൊക്കേഷൻ വരുന്നത്. അപ്പൊ സെക്കൻഡ് ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. വെർട്ടിക്കൽ സൺലൈറ്റ് അതുണ്ട്. അപ്പോ ഈ പറയുന്ന 1ഉം 3ഉം കാരണമാണ് സൗത്ത് ഇന്ത്യയിൽ ഒരു ഡിസ്റ്റിങ് ഒരു സിവിയർ വിന്റർ വരാതെ. ഒന്ന് നിയർലി വെർട്ടിക്കൽ ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നു, പിന്നെ കടലിനോട് അടുത്ത് കിടക്കുന്നു എന്നുള്ളത്. കോണ്ടിനെന്റിന്റെ ഒരുപാട് ഇന്റീരിയറിലല്ല, ഇന്റീരിയറിൽ ആയിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാൽ സിവിയർ കണ്ടീഷനിലോട്ട് പോയാലും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ബാക്കി 1ഉം 3ഉം കറക്റ്റ് ആണ്. കറക്റ്റ് ചെയ്ത് തരാട്ടോ നല്ലത്. സ്ട്രാറ്റോസ്ഫിയർ ഹാസ് എ ടെൻഡൻസി ഓഫ് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസിംഗ് ഹൈറ്റ്. എന്തുകൊണ്ടാണ് സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുന്നത്? ഏതാണ് എന്റെ ആൻസർ? ഹൈറ്റ് കൂടുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം എന്തായിരിക്കും? ഏതായിരിക്കും അതിന്റെ ഉത്തരം? ഇതാണ്, ഓസോണിന്റെ പ്രസൻസ് ആണ്. കാരണം ഓസോണിന്റെ പ്രസൻസ് എന്താണ്? ഓസോൺ സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ, UV റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യും. അതിനെ അബ്സോർബ് എന്ത് ചെയ്യും? ആ ഭാഗത്ത് ചൂട് കൂടും. അതുകൊണ്ടാണ് ഈ സ്ട്രാറ്റോസ്ഫിയറിൽ മുകളിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടും. സ്ട്രാറ്റോസ്ഫിയറിൽ മുകളിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിൽ നിന്ന് തിരിച്ചു പോകുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽ ലോങ് വേവ് റേഡിയേഷൻസ് ആണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ മജോറിറ്റി ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് താഴെ നിന്ന് മുകളിലോട്ട് എന്താണ് കുറഞ്ഞു വരുന്നു. പിന്നീട് എയർ എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലോട്ട് പോകുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കുറയുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം അവിടെ ഓസോണിന്റെ ലെയർ നിൽക്കുന്നു എന്നുള്ളത്. ആ ഓസോണിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അൾട്രാവില്ല, അപ്പോൾ ചൂടാകും. അതുകൊണ്ടാണ് അവിടെ ടെമ്പറേച്ചർ കൂടുന്നത്. ദെൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അറ്റ്മോസ്ഫിയർ. The height of troposphere varies with latitude. ശരിയല്ലേ? ഇക്വേറ്ററിൽ നമ്മൾ പറയുന്നുണ്ട് ഒരു 18 കിലോമീറ്റർ വരെ, പോളാർ റീജിയനിൽ ഒരു 8 കിലോമീറ്റർ, ആവറേജ് 12 കിലോമീറ്റർ ഒക്കെയാണ് ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് എന്ന്. അപ്പൊ എന്താണ്? ശരിയാണ്. The second one, the height of troposphere remain constant at the equator irrespective of the season. തെറ്റാണ്. സമ്മറിൽ എന്താണ്? ചൂട് കൂടുതലാണ്, അപ്പൊ ഹീറ്റ് എനർജി കൂടുതൽ ഹൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സമ്മറിൽ ഹൈറ്റ് കൂടുതലായിരിക്കും, വിന്ററിൽ ഹൈറ്റ് കുറവായിരിക്കും. Tropopause is the same for all latitude across the earth. അല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ട്രോപ്പോപോസ് എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ അവിടെ സ്റ്റോപ്പ് ആവുന്നു, അതാണ് ട്രോപ്പോപോസ്. അത് പോളാർ റീജിയനിൽ 8 കിലോമീറ്ററും ഇക്വറ്റോറിയൽ റീജിയനിൽ 18 കിലോമീറ്ററും ആണ്. സോ അപ്പൊ നോക്കുക, ഇതെന്താണ്? എല്ലായിടത്തും ഒരേ ഹൈറ്റ് അല്ല. ഇനി അടുത്ത് കറണ്ട് അഫയേഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ, ആസ് പെർ സുപ്രീം കോർട്ട് റൂളിംഗ് 2018, the lieutenant governor cannot act independently and is bound by the aid and advice of delegates. അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നു. അപ്പൊ അതിനു മുമ്പ് ഈ പറയുന്ന ലെഫ്റ്റനന്റ് ഗവർണറിന്റെ പവറുകളെ ലിമിറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ജഡ്ജ്മെന്റ് ആയിരുന്നു. സോ അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു? ഒരു ശരിക്കും ഒരു സ്റ്റേറ്റിനുള്ളത് പോലത്തെ ഒക്കെ തന്നെ അധികാരങ്ങൾ ഡൽഹിക്ക് വരുന്ന അവസ്ഥ വന്നു. സോ അപ്പൊ അതിനെ കുറച്ചുകൂടെ ഡിസ്ക്രീറ്റ് ആയിട്ട് ലെഫ്റ്റനന്റ് ഗവർണർ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ആക്ട് ആയിരുന്നു ഡൽഹി അമെന്റ്മെന്റ് ആക്ട് 2020 എന്ന് പറഞ്ഞത്. അത് വന്നപ്പോൾ കുറച്ച് ഡിസ്ക്രീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഡൽഹി
ലഫ്റ്റനന്റ് ഗവർണർ ഡിസ്ക്രിഷണറി പവേഴ്സ് കുറച്ച് കൂടുതലായിട്ട് കിട്ടി. ഏതൊക്കെ സാധനങ്ങൾ പ്രസിഡന്റിന് റെഫർ ചെയ്യണം എന്നുള്ളതിന് കുറെ കൂടെ ഡിസ്ക്രിഷണറി പവേഴ്സ് വന്ന് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ആക്ടാണ്. സോ അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നാണ് കറക്റ്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ, നോക്കണം. കാരണം ഈ ആക്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് മെയിൻസിൽ അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന റീസൺ ആണല്ലേ. Then, which of the following statement is not correct regarding Lok Adalat? ഞാൻ അത് ഓൾറെഡി നിങ്ങൾക്ക് കണ്ടതുകൊണ്ട് ചോദിക്കുന്നില്ല. Lok Adalat first introduced in India by Legal Service Authorities 1987. അല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക് അദാലത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ലീഗലൈസ്ഡ് ആയിട്ട് കയറി വരുന്നത്, ഒരു ലീഗൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത് 1987. പക്ഷെ അതിനു മുന്നേ പഴയ സെഞ്ചുറീസ് തൊട്ട് ഇന്ത്യയിൽ പഴയ കാലം തൊട്ട് എന്തുണ്ട്, ഈ പറയുന്ന ലോക് അദാലത്തുകൾ നിൽക്കുന്നത് ലീഗൽ സ്റ്റാറ്റസ് വരുന്നതാണ് 1987 എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് റോങ് ആയിട്ടുള്ളത് എന്ന് പറയും. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. അതൊരു സിവിൽ കോർട്ടിന്റെ പ്രൊസീജിങ്സ് ഉണ്ട്, അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബൈൻഡിങ്, അത് വേർഡിക്റ്റ് അൾട്ടിമേറ്റ് ആണ്, പിന്നെ അതിന് അപ്പീൽ പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്, കാര്യങ്ങളുണ്ട്. അത് കോടതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ, അതിന് കോടതിയിൽ പോകാത്ത, ഇങ്ങനെ പല പല കേസുകളും അതിനെന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ അടുത്ത റെക്യൂസൽ എന്ന് പറയുന്നത് എന്താണ്? റെക്യൂസൽ എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് കാരണം ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു വിധി കേൾക്കാൻ നിൽക്കാതെ ഒരു ജഡ്ജ് മാറുന്നതിനാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടൊരു കേസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഒരു ജഡ്ജ് ഉണ്ടാവും റോഹിൻഡൻ നരിമാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫാദറാണ് ഫാലിയസ് നരിമാൻ എന്ന സുപ്രീം കോടതിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഒരാളാണ്. ഫാലിയസ് നരിമാന്റെ ഏതൊരു കേസ് വന്ന സമയത്ത് ഫാലിയസ് നരിമാൻ അഡ്വക്കേറ്റ്, റോഹിൻഡൻ നരിമാൻ റിക്യൂസൽ ചെയ്തു. ഞാനിത് കേൾക്കുന്നില്ല, കാരണം എന്റെ ഫാദറാണ് എന്ത് ചെയ്യുന്നത് വാദിക്കുന്നത്. അത് വാദിക്കുമ്പോൾ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് മേ ബി ഉണ്ടാകാം എന്നത് ഇതിൽ പുള്ളി ഇത് റിക്യൂസൽ ചെയ്തിട്ടുണ്ട്. സോ അതിനൊക്കെയാണ് എന്ത് റിക്യൂസൽ എന്ന്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാവാം. ഇപ്പോ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിധി പറയാൻ കൂടെ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ ഒരു ഫ്രണ്ടിന്റെ ഒക്കെ കേസാണ്, അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്നില്ല എന്നൊരു അലിഗേഷൻസ് വരാം, അപ്പൊ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ തോന്നുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ന് പിന്മാറുന്നതിന് റിക്യൂസൽ എന്ന് പറയും. 44th, the Representation of People Act 1951 banned the person from participating in election if they convicted of any offences. The above provision is also applicable to under trials. Banned person. Okay. ഇത് നോക്കുകയാണെങ്കിൽ ഈ RPA ആക്ട് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2 വർഷത്തിൽ കൂടുതൽ 2 years കൂടുതൽ ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ളതിൽ കൺവിക്ട് ആയാൽ മാത്രമേ പോകുള്ളൂ. എനി ഒഫൻസസ് അല്ല, അതിന് മിനിമം 2 year മുകളിൽ കൺവിക്ഷൻ ശിക്ഷ കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പോകത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. അണ്ടർ ട്രയലിന് ഇത് ബാധകമല്ല. കൺവിക്റ്റഡ് ആണെന്നുള്ള വിധി വരണം. നിങ്ങൾ കുറ്റവാളിയാണ് എന്ന് കോടതി വിധിച്ചാൽ മാത്രമാണ് അയാളെ ബാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ഇതിനടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ്. The statutory corporation set up under the National Cooperative Development Corporation Act 1962. Correct ആണ്. The objectives of LCDC നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് പ്രോസസിംഗ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, ഫുഡ് സ്റ്റോക്ക്, ഇൻഡസ്ട്രിയൽ സ്റ്റോക്സ്, ലൈഫ് സ്റ്റോക്ക്, ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അതിന്റെ മാർക്കറ്റിംഗ്, അതിന്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്തുകൊണ്ടുള്ളത് ഈ LCDC എന്ന് പറയുന്ന പ്രോഗ്രാം 1962 അല്ലെങ്കിൽ 1960 ആ സമയത്ത് കൊണ്ടുവരുന്നതിന്റെ കാരണം ഒരു ഹോളിസ്റ്റിക് ഐഡിയയിൽ ഇതിന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ഇതിന്റെ ആയിരുന്നു മിഷൻ സഹാകർ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ ഉണ്ടായല്ലോ, ഇനി ഡബ്ലിംഗ് ഫാമേഴ്സ് ഇൻകം ബൈ 2022 എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനു വേണ്ടി കൊണ്ടുവന്നായിരുന്നു ഈ മിഷൻ സഹാകർ 2022. പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല, അത് സക്സസ്ഫുൾ ആവത്തില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരിക്കലും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പോസിബിൾ അല്ല, ഒരിക്കലും അത് അച്ചീവ് ചെയ്യില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ 5 trillion എക്കോണമി ആവും 2025. അതൊന്നും അച്ചീവ് ചെയ്യില്ല. അതുപോലെ ഡബ്ലിംഗ് ഫാമേഴ്സ് ഇൻകം പോസിബിൾ അല്ല ബിക്കോസ് ഓഫ് ദ കോവിഡ് സിനാരിയോ. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റും അതിനകത്ത് കറക്റ്റ് ആയിരുന്നു. ദെൻ ബിസിനസ് റീഫോം ആക്ഷൻ പ്ലാൻ റാങ്കിങ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? ബിസിനസ് റീഫോം ആക്ഷൻ പ്ലാൻ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കോൺഫ്ലിക്ട് വരാൻ പോകുന്ന ഒരു സാധനം നീതി ആയോഗ് ആണോ എന്നൊരു തോന്നൽ നമുക്ക്. നീതി ആയോഗ് അല്ല. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ആൻഡ് ഇന്റേണൽ ട്രേഡ്, ഇന്റർനാഷണൽ അല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ആൻഡ് ഇന്റേണൽ ട്രേഡ്, ഇവരാണത് ചെയ്യുന്നത്. പഴയ ഡിപ്പാണിത്, എന്റെ പേര് മാറിയതാണ്. സോ അപ്പൊ ഇതാണിത്. അപ്പൊ അത് നോക്കുക. 47 മിഡ് ഡേ മീൽ സ്കീം. ഇറ്റ് വാസ് ഒറിജിനലി ലോഞ്ച്ഡ് ആസ് ദ നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ, എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആയിരുന്നു. ഇതിന് ആദ്യം ഇങ്ങനെയായിരുന്നു ഇതിന്റെ പേര്. പിന്നീട് 2002 എനിക്ക് തോന്നുന്നു ഇതിന്റെ പേര് മാറി മിഡ് ഡേ മീൽ സ്കീം എന്നായിരുന്നു. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും.
2004 2002 2004 ഇത് മിഡ് ഡേ മീൽ സ്കീം എന്ന് പറഞ്ഞ് റീലോഞ്ച് ചെയ്യുന്നത്. ആദ്യം വന്നപ്പോൾ നാഷണൽ പ്രോഗ്രാം ഫോർ ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വരുന്നത്. പിന്നീടാണ് അതിന്റെ പേര് മാറ്റി നമ്മൾ ഈ പറഞ്ഞ എന്തായിരുന്നു മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. അത് അറ്റ്ലീസ്റ്റ് 1 meal ടു ഓൾ ചിൽഡ്രൻ ഇൻ ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ്, അതുപോലെ തന്നെ ഈ പറയുന്ന മദ്രസാസിലും പ്രൊവൈഡ് ചെയ്യുക. ഇതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഒരു അറ്റ്ലീസ്റ്റ് 1 meal, ഒരു 1 full meal പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലൊക്കെ 1 meal അല്ല, ഇത് കൂടുതൽ പ്രൊവൈഡ് ചെയ്തു. പക്ഷേ അറ്റ്ലീസ്റ്റ് 1 meal ഹാവ് ടു പ്രൊവൈഡ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടികളെ സ്കൂളിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു ഒരു ഉദ്ദേശം. രണ്ട്, ഇവിടെ ന്യൂട്രീഷണൽ സ്റ്റെബിലിറ്റി കുട്ടികൾക്ക് കൊണ്ടുവരിക. ന്യൂട്രീഷൻസ് അവർക്ക് അറ്റ്ലീസ്റ്റ് സ്കൂളിൽ വരുന്ന സമയത്തെങ്കിലും ഒരു നേരത്തെ മീൽ കൊടുത്തവർക്ക് ന്യൂട്രീഷണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. ഈ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഇത് കൊണ്ടുവരുന്നത്. കാരണം ഫുഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂട്രീഷൻ കിട്ടുമെന്നുള്ള രീതിയിൽ കുട്ടികൾ സ്കൂളിലേക്ക് വരട്ടെ എന്നുള്ള ഐഡിയ കൂടെ അതിനകത്തുണ്ടായിരുന്നു. ദ 5-star വില്ലേജ് സ്കീം എന്ന് പറയുന്നത് അത് നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന്റെ ആണ്. അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളെല്ലാം ആ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന്റെ എല്ലാത്തിനും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ അതിന്റെ പേര് പറയുന്ന ആ ഓഫീസറിന്റെ പേര് പറയുന്നത് പോസ്റ്റിന്റെ ഇതിനു വേണ്ടി നിൽക്കുന്ന ഒരാളുണ്ട്, ഗ്രാമീൺ ഡക് സേവക് എന്ന് പറയുന്നവർ. നമ്മുടെ ഈ പോസ്റ്റ്മാൻ എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ആളുകൾ തന്നെയാണ്. ഈ ഹിന്ദി വേർഡുകൾ നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൂടുതലായിട്ടും പോപ്പുലറൈസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്റിന്റെ ഒക്കെ ചെറിയ പോസ്റ്റിന്റെ ഒക്കെ ഡെപ്പോസിഷൻ സ്കീംസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള സ്കീമുകളെ പോപ്പുലറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്. ഹെഡഡ് ബൈ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ് ഇത് ഹെഡ് ചെയ്യുന്നത്. സോ ഈ പ്രോഗ്രാമാണ് നമ്മൾ പറയുന്ന 5-star വില്ലേജ് സ്കീം. അത് പോസ്റ്റിന്റെ ആണ്, അത് റൂറൽ എന്നുള്ള കൺഫ്യൂഷനിലോട്ടൊന്നും പോകരുത്. Then comes the following statement regarding new defense acquisition procedure 2020. An Indian vendor എന്ന് പറയുന്നത് എന്താണ്? A company that is owned and controlled by the resident Indian citizen with foreign direct investment not more than 49%. അത് കറക്റ്റ് ആണ്. അതാണ് പുതിയ ഡെഫിനേഷൻ തന്നിരിക്കുന്നത്. 49% മുകളിൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരാത്ത ഒരു ഇന്ത്യക്കാരുടെ കമ്പനിയാണ് ഇന്ത്യൻ വെണ്ടർ എന്ന് പറയുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ it promote greater indigenous content in arms and equipment of the military procedures, including equipment and manufactured in India under license. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസി എന്നാണ് ഇൻഡിജിനൈസേഷൻ ഓഫ് എന്താണ് മിലിറ്ററി എന്ന് പറയുന്നത്. അത് ഏതിലായാലും, നേവി ആയാലും എയർഫോഴ്സ് ആയാലും ആർമി ആയാലും ഇൻഡിജിനൈസേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പോളിസി. അതിനുവേണ്ടിയാണ് ഈ പുതിയ പോളിസി, ഡിഫൻസ് അക്വിസിഷൻ പോളിസീസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്താണ് ഇപ്പോ മറ്റേ ഓഫ്സെറ്റ് പോളിസി ഒക്കെ നമ്മൾ മിനിമൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓഫ്സെറ്റ് പോളിസി എന്നൊക്കെ പറയുന്നത് നമുക്ക് നേരത്തെ പറയുന്ന ഒരു മിനിമം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു പോളിസീസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതൊക്കെ ഇപ്പൊ എന്ത് ചെയ്തു, നമ്മൾ ഒഴിവാക്കണം. അത് ഇത്ര കമ്പൽസറി അല്ല, ഒരു പർട്ടിക്കുലർ രീതിയിലാണെങ്കിൽ ഓഫ്സെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ, അത് പ്രൊക്യൂർമെന്റ് ഇവിടെ നിന്ന് ഇത്ര ഇന്റർ ഗവൺമെന്റ് വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഓഫ്സെറ്റ് ക്ലോസ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഫോറിൻ വെൻഡർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഈ പറയുന്ന ഓഫ്സെറ്റ് പോളിസി എന്നുള്ളത്. അതിപ്പോ കാരണം അതുകൊണ്ട് തന്നെ പലരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അവരവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവിടെ വന്ന് വിൽക്കുക എന്നുള്ള അവസ്ഥയുള്ളൂ. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പലരും തയ്യാറില്ല. പക്ഷെ അതിപ്പോ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് എല്ലാത്തിലും ഈ പറയുന്ന ഇന്റർ ഗവൺമെന്റൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എഗ്രിമെന്റ് വഴിയൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ ഈ പറയുന്ന ഓഫ്സെറ്റ് ലയബിലിറ്റി റിമൂവ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ ഓഫ്സെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, then consider young child outcome index എന്ന് പറയുന്നത് it's a part of state of the young child in India report. അത് കറക്റ്റ് ആയിട്ടാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നത്, ഇത് മെഷർ ദ ഹെൽത്ത്, ന്യൂട്രീഷൻ, കോഗ്നിറ്റീവ് ഗ്രോത്ത് with the help of indicators such as infant mortality rate, stunting, net attendance at the primary school level. ഇതെല്ലാം ഉൾപ്പെടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ഔട്ട്കം മെഷർ ചെയ്യുന്ന ഒന്നാണ് ഇതെന്നുള്ളത്. ഇത് ഒരു ഗവൺമെന്റ് അല്ല, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന മൊബൈൽ ക്രഷേഴ്സ് എന്ന് പറയുന്ന ഒരു NGO ആണ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? രണ്ടുപേരും എന്നോട് ചോദിക്കുന്നത് ഡൗട്ട്സോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ?